സുഹൃത്തുക്കളെ, അപനിർമ്മാണം ഒരു സാംസ്കാരിക സംഭാഷണം എന്ന ഈ സെഷൻ്റെ തുടക്കം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതൊന്നും ഞാനൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഇതൊരു പോക്കർമാഷ വിഷയമാണ് ഒരു നിലയ്ക്ക് ഇത് പറഞ്ഞാൽ. അദ്ദേഹത്തിൻ്റെ സംസാരം അപനിർമ്മാണം എന്ന് പറയുന്ന ഒരു വിഷയത്തിലാവാമെന്നത് സജസ്റ്റ് ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് സജീവനോടുള്ള സംഭാഷണത്തിൽ നിന്ന്. അപ്പോൾ അത് കേൾക്കുന്ന സമയത്ത് ആളുകൾ ഓടിക്കളയും എന്നൊരു പേടി കൊണ്ടായിരിക്കണം, ആ സമയത്തുണ്ടായ ഒരു ഉത്കണ്ഠ കൊണ്ടായിരിക്കണം ഞാനതിനൊരു ടാഗ് സജസ്റ്റ് ചെയ്തു, ഒരു സാംസ്കാരിക സംഭാഷണം എന്നായിക്കോട്ടെ. അപ്പോൾ ഞാനും മാഷും കൂടിയുള്ളൊരു സംഭാഷണം എന്ന രീതിയിലാണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. മാഷ് അപനിർമ്മാണത്തിൻ്റെ സൈദ്ധാന്തികൻ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന നമ്മളുടെയൊക്കെ ഒരു പിതൃകൽപ്പനാ രീതിയിലൊക്കെ ചിന്തിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ നമ്മുടെ ഒരു അബോധത്തിലുള്ളൊരു എന്തിൻ്റെയും ഒരു തുടക്കക്കാരൻ, അതിനെ അയാളെ പിതാവായി സങ്കല്പിക്കുന്ന രീതിയിൽ, ആ രീതിയിൽ അപനിർമ്മാണത്തിൻ്റെ പിതാവ് എന്ന് പോലും ആളുകൾ വിശേഷിപ്പിക്കുന്നത് ധൃതിയെപ്പറ്റി. പക്ഷെ അതൊക്കെ ഈ പറയുന്ന അപനിർമ്മാണത്തിന് വിരുദ്ധമായൊരു വീക്ഷണമാണ് ഈ പിതൃത്വ കൽപ്പനയൊക്കെ. അതിനെയും നമുക്ക് അപനിർമ്മിച്ച് മനസ്സിലാക്കാം എന്നേ ഉള്ളൂ. അപ്പം ധൃതിയെപ്പറ്റി ഒരു മലയാളത്തിൽ അവൈലബിൾ ആയിരിക്കുന്ന എനിക്ക് തോന്നുന്ന ഏറ്റവും ദീർഘമായ പുസ്തകം മാഷതാണ്. അതെഴുതുകയും അതുകൂടാതെ അനവധിയായ പഠനങ്ങളിലൂടെ ഈ അപനിർമ്മാണത്തിൻ്റെ ഒരു സൈദ്ധാന്തിക വീക്ഷണം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ സാംസ്കാരിക ധാരണകളെ അഴിച്ചെടുക്കുകയാണെന്നോ അല്ലെങ്കിൽ പൊളിച്ചെഴുതാനോ ഒക്കെ നടത്തിയ ശ്രമങ്ങളുടെ പേരിലും മാഷ് അറിയപ്പെടുന്ന ആളാണ്. ഇതൊക്കെ പോരാഞ്ഞിട്ട് ഇപ്പോൾ മാഷ് ഈ സമീപകാലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ആത്മകഥയും പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ എരിക്കിന്തി എന്നാണ് ഇതിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതവും അക്കാദമിക ജീവിതവും ഒക്കെ ഓർത്തെടുക്കുന്ന ഒരു കൃതിയാണ് അതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ആത്മകഥയും പലപ്പോഴും ഒരുതരം അപനിർമ്മാണം നിർവഹിക്കുന്ന പണി ചെയ്യാറുണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാനിതിൻ്റെ ഒരു സാങ്കേതികമായ ഈ പറഞ്ഞ ധൃതിയൻ രീതിയിലുള്ള സംജ്ഞകൾ ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങളെ വിശകലനം ചെയ്ത് ചില ദ്വന്ദ്ങ്ങളെ കണ്ടെത്തി അവയെ നിരസിച്ച്, അതല്ലെങ്കിൽ അതിൻ്റെ പ്രാഥമികമായ കൃതികളുടെയൊക്കെ ഒരു പ്രാഥമികമായ ഒരു റീഡിങ്ങിനെ അട്ടിമറിക്കുന്ന സൂചനകളെ കണ്ടെത്തി വ്യത്യസ്തമായ ഉപപാഠങ്ങളെ വായിച്ചെടുക്കുന്ന ഒരുതരം ആപ്ലിക്കേഷൻ രീതിയിലുള്ള സാഹിത്യ വിമർശനം, അതിലൊക്കെ അത്ര കാര്യമായി താല്പര്യമുള്ള ഒരാളല്ല ഞാൻ. എന്നാൽ അതാണ് നമ്മുടെ മലയാളത്തിലൊക്കെ ഏറ്റവും കൂടുതലായി നടക്കുന്നത്. മാഷക്ക് ആ രീതിയിലുള്ള പഠനങ്ങളുടെയും ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ഈ വിഷയത്തെ ഞാൻ ഈ ഒരു സംജ്ഞയുടെയൊക്കെ ഒരു എന്താ പറയുക, അപനിർമ്മാണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചില്ല, ഇപ്പം ധൃതിയാണ് അതിൻ്റെ ഒരു, അല്ലെങ്കിൽ ബോൾദിമാനാണ് അതിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട സൈദ്ധാന്തികന്മാർ. അവരിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നൊരു പ്രക്രിയയായി കാണാതെ നമ്മുടെ ഒരു എന്നാണോ സാംസ്കാരികമായ ആലോചനകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, എന്നാണോ രാഷ്ട്രീയമായ വിശകലനങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്, എന്നാണോ സാഹിത്യത്തിൻ്റെയൊക്കെ പാരായണങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്, അക്കാലം തുടങ്ങി നടന്നുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രക്രിയയുടെ സിദ്ധാന്തീകരണം മാത്രമാണ് ഈ പിൽക്കാലത്ത് ഉണ്ടായതെന്ന് വിചാരിക്കുന്ന രീതിയിൽ അപനിർമ്മാണത്തിന് വലിയ ചരിത്രമുണ്ട്. അല്ലെങ്കിൽ അപനിർമ്മാണം വളരെ വൈഡായിട്ടുള്ള അർത്ഥമുള്ള, വളരെ വിപുലമായ അർത്ഥമുള്ള ഒരു സംജ്ഞയായിട്ടൊക്കെ കാണുന്ന രീതിയിലാണ് ഞാൻ അതിനെ മനസ്സിലാക്കുന്നത്. കാര്യങ്ങളെ വേറിട്ട രീതിയിൽ ആലോചിക്കുന്ന പ്രക്രിയയിൽ ഏർപ്പെടുന്ന സർഗാത്മക സൃഷ്ടികൾ പോലും അപനിർമ്മാണമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു രീതിയിലാണ് ഞാൻ
ആ വിഷയത്തെ കാണുന്നത്. ഇപ്പോൾ സൈദ്ധാന്തികമായ ഈ പറഞ്ഞ ആൾക്കാരുടെ സങ്കല്പങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആളുകൾ ശരിവെക്കുമോ എന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ ഈ മെറ്റഫിസിക്സിനെയൊക്കെ സംബന്ധിച്ച ചില വീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത് ശരിവെക്കുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ വിചാരിക്കുക ഇന്ത്യയിലെ ഒരു അവനിർമ്മാണ പ്രക്രിയയിൽ ഏർപ്പെട്ട ഒരു വലിയ എഴുത്തുകാരൻ്റെ പേര് ഞാൻ പറയുക മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഗീതാവ്യാഖ്യാനം, അനാസക്തി യോഗം ഒരുമാതിരി ഈ അപനിർമ്മാണം നിർവഹിക്കുന്നതിൻ്റെ ഏറ്റവും സർഗാത്മകമായ ആർത്തല്ല ഭയങ്കര ക്രിയേറ്റീവായിട്ടാണ് കാണുന്നത്. മാത്രമല്ല അപനിർമ്മാണം എന്ന് പറയുന്ന പ്രക്രിയ ആത്യന്തികമായി കൊണ്ടുവന്നിരിക്കുന്ന ഒരു അന്തരീക്ഷം തന്നെ വളരെ സർഗാത്മകമാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അത് ഒരുതരം എന്താ പറയുക നീതിയെ സംബന്ധിച്ച ആലോചനകളെ വീണ്ടും വീണ്ടും കൂർപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ദൈക്ഷണിക അന്തരീക്ഷം ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒന്നാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. സമീപകാലത്തുണ്ടായ അനവധിയായ വിമർശനധാരകളെല്ലാം ചേർന്ന് ഒരുതരം അപനിർമ്മാണ പ്രക്രിയയെ അതിശക്തമായി മുമ്പോട്ട് കൊണ്ടുവന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അതൊക്കെ തന്നെ വളരെ ക്രിയേറ്റീവായ ഇടപെടലുകളാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ആ അർത്ഥത്തിലൊക്കെ ഒരു വിശാലമായ ഒരു പരിപ്രേക്ഷ്യത്തിൽ കണ്ടാൽ ഗാന്ധിയിലും ഈവൻ നമ്മൾ പ്രവാചകന്മാരെന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ആളുകളിൽ പോലും ഇത്തരത്തിലൊരു പ്രക്രിയയുണ്ട്. അതുവരെ നിലനിൽക്കുന്ന ധാരണകളുടെ ഒരു ലോകത്തെ തകിടം മറിച്ച് കളയുന്ന വ്യത്യസ്തമായൊരു വീക്ഷണത്തിൽ കാര്യങ്ങൾ കാണുന്ന സമയത്ത് അതുവരെ ശരി എന്ന് വിചാരിക്കുന്ന മറുഭാഗത്തൊരു തെറ്റിനെ വിഭാവനം ചെയ്യുന്ന ഒരു കാഴ്ചയാകെ തകിടം മറിക്കുന്ന, തെറ്റിലുമുണ്ട് ശരിയുടെ അനവധിയായ പാഠങ്ങളും അതിൻ്റെ പ്രഭവങ്ങളും എന്ന് കാണുന്ന, ശരിയിൽ അനവധിയായ തെറ്റുകൾ നീരാടിക്കൊണ്ടിരിക്കുന്നു കാണുന്ന തരത്തിൽ അല്പം കൂടി വിപുലമായി കാണാവുന്ന ഒരയഞ്ഞ മട്ടിൽ കാണാവുന്ന ആ അയവോടുകൂടി തന്നെ നമ്മളുടെ ദിഷണാശക്തിയെ കൂടുതൽ ക്രിയേറ്റീവായി നന്മയോട് കൂടിയിട്ട് അഴിച്ചുവിടാനൊക്കെ സഹായിക്കുന്ന ഒരു ചിന്താ സമീപനത്തിൻ്റെ ഒരു പാരമ്പര്യം. ആ പാരമ്പര്യം പിന്നെ ഈ മെറ്റഫിസിക്സിൻ്റെയോ മറ്റു മേഖലയിലൊക്കെ നടക്കുന്ന പല കാര്യങ്ങളിലും അത് പലപ്പോഴും അടഞ്ഞടഞ്ഞ് പോയിക്കൊണ്ടിരുന്നതിനെ തുറന്നെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആധുനികോത്തരം എന്നുള്ള വാക്ക് ഉപയോഗിക്കണം എനിക്കറിയില്ല. ആധുനികമായിട്ടുള്ള കാലത്ത് തന്നെ അതിൻ്റെ ഒരു പരകോടിയിൽ നിൽക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു സ്വയം വിമർശനം എന്ന രീതിയിലുണ്ടായ ആലോചനാ പദ്ധതിയായിട്ടൊക്കെയാണ് ഈ പറയുന്ന ധൃതിയിലൊക്കെ എത്തുന്ന സമയത്തുള്ള ആലോചനകളെ ഞാൻ കാണുന്നത്. അപ്പോൾ ഈ ഒരു വിശാല പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ട് ഉള്ളൊരു ഒരു സംഭാഷണമാവാം. ഈവൻ മാഷ് എഴുതിയ ഈ പിന്നെ ആത്മകഥ എന്ന് പറഞ്ഞില്ല, ആ ആത്മകഥ തന്നെയും ഒരുപക്ഷെ നമ്മുടെ ഡിസ്കഷനിലേക്ക് കൊണ്ടുവരാം. അത് തന്നെയും നിർവഹിക്കുന്ന നിർമ്മാണ പ്രക്രിയ അത് ചേർത്തോ ചേർത്തോ അല്ലേ? പല വായനകളും അപനിർമ്മാണത്തിൻ്റെ പേരിൽ നടക്കുന്നത് ഞാൻ പലപ്പോഴും തമാശയ്ക്കാൻ പറയാറുണ്ട്. അപനിർമ്മാണമല്ല നടക്കുന്നത്, ഉപനിർമ്മാണമാണ്. അപനിർമ്മാണത്തിൻ്റെ സാധ്യതകളെ ഞാൻ പറഞ്ഞില്ല, ക്രിയേറ്റീവായുള്ള സാധ്യതകളെ മുഴുവൻ നിരാകരിച്ച് ഒരടഞ്ഞ പുതിയ പാഠം കണ്ടെത്തി ഇതാണതിൻ്റെ ആത്യന്തികാർത്ഥം എന്ന് വിശദീകരിക്കുന്ന രീതിയിലേക്ക് പോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു രണ്ട് സാധ്യതകളെ നടത്തിക്കൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആലോചനകൾ കൂടി ഈ ഒരു സംഭാഷണത്തെ മുമ്പോട്ട് കൊണ്ടുവന്ന് വിചാരിക്കുന്നു. അപനിർമ്മാണത്തെ സംബന്ധിച്ച് മാഷ് കാണുന്ന ഒരു വീക്ഷണം അദ്ദേഹം കൂടി പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു പ്രാഥമികമായ രീതിയിൽ ഞാൻ പറഞ്ഞില്ല, എത്രത്തോളം ക്ലാരിറ്റിയോട് കൂടിയാണെന്നുള്ളത് എനിക്കറിയില്ല. കാരണം വളരെ സന്നിഗ്ധമായിട്ടുള്ള ഒരു ടേമാണിത്. അതിനെപ്പറ്റി ഏതെങ്കിലും രീതിയിൽ നിർവചിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അത് കയ്യിൽ നിന്ന് വഴുതിപ്പോകും. ഒരു തരം പിടികിട്ടായ്മയിൽ നിന്ന് കളിക്കുന്ന, മാത്രമല്ല നമുക്കെല്ലാം പിടികിട്ടില്ല എന്ന് തന്നെയാണ് അതിൻ്റെ ഒരു വലിയ വാഗ്ദാനങ്ങളിലൊന്ന്. അതുവരെയുള്ള മറ്റ് സിദ്ധാന്തങ്ങളുടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ നമുക്ക് പിടികിട്ടും, നമുക്ക് പിടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ, നമുക്ക് ഗ്രഹിക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ കരവലയത്തിൽ വന്ന് നിന്ന് മെരുങ്ങിത്തരും വിജ്ഞാനം, അറിവ് എന്ന് വിചാരിക്കുന്ന ഒരു സുഹൃത്തുക്കളെ, അപനിർമ്മാണം ഒരു സാംസ്കാരിക സംഭാഷണം എന്ന ഈ സെഷൻ്റെ തുടക്കം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതൊന്നും ഞാനൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഇതൊരു പോക്കർമാഷ വിഷയമാണ് ഒരു നിലയ്ക്ക് ഇത് പറഞ്ഞാൽ. അദ്ദേഹത്തിൻ്റെ സംസാരം അപനിർമ്മാണം എന്ന് പറയുന്ന ഒരു വിഷയത്തിലാവാമെന്നത് സാധിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സജീവനോടുള്ള സംഭാഷണത്തിൽ നിന്ന്. അപ്പോൾ അത് കേൾക്കുന്ന സമയത്ത് ആളുകൾ ഓടിക്കളയും എന്നൊരു പേടി കൊണ്ടായിരിക്കണം
ആ സമയത്തുണ്ടായ ഒരു ഉത്കണ്ഠ ഉണ്ടായിരിക്കണം. ഞാനതിനൊരു ടാഗ് സജസ്റ്റ് ചെയ്തു, ഒരു സാംസ്കാരിക സംഭാഷണം എന്നായിക്കോട്ടെ. അപ്പോൾ ഞാനും മാഷും കൂടിയുള്ളൊരു സംഭാഷണം എന്ന രീതിയിലാണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. മാഷ് അപനിർമ്മാണത്തിൻ്റെ സൈദ്ധാന്തികൻ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന നമ്മളുടെയൊക്കെ ഒരു പിതൃകൽപ്പനാ രീതിയിലൊക്കെ ചിന്തിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ നമ്മുടെ ഒരു അബോധത്തിലുള്ളൊരു എന്തിൻ്റെയും ഒരു തുടക്കക്കാരൻ, അതിനെ അയാളെ പിതാവായി സങ്കല്പിക്കുന്ന രീതിയിൽ, ആ രീതിയിൽ അപനിർമ്മാണത്തിൻ്റെ പിതാവ് എന്ന് പോലും ആളുകൾ വിശേഷിപ്പിക്കുന്നത് ധൃതിയെ പറ്റി. മാഷ് പറഞ്ഞൊരു കാര്യം ഇതൊക്കെ പണ്ടേ ഉണ്ട്, അതിൻ്റെ ഒരു തുടർച്ചയിലാണ് എന്നാണ്. പണ്ടേ നമുക്ക് എഴുത്തുണ്ട്, എടക്കൽ ഗുഹയിലെ എഴുത്താണ്. ഇപ്പോൾ നമ്മൾ എഴുതുന്നതും എഴുത്താണ്. പക്ഷേ പണ്ടേയുള്ള എഴുത്തും ഇപ്പോഴുള്ള എഴുത്തും ആത്യന്തികമായി നമുക്ക് വേണമെങ്കിൽ ഒന്നാണെന്ന് പറയാമെങ്കിലും ഇപ്പോഴത്തെ എഴുത്ത് എന്നുള്ളത് നമ്മളുടെയൊക്കെ സങ്കല്പങ്ങൾക്ക് അത്രയോ അപ്പുറത്താണ്. ഏറ്റവും ഒടുവിൽ എനിക്കുണ്ടായ ഒരു അനുഭവം, ഒരാഴ്ച മുമ്പ്, ഏതാണ്ട് ഒരാഴ്ച 10 ദിവസത്തിനിടയിൽ ഞാനിങ്ങനെ എൻ്റെ ഒരു പഴയ സുഹൃത്ത് ആയിട്ടുള്ള കവി രാജൻ CHൻ്റെ ഒരു കവിതാ സമാഹാരത്തിന് ഒരു ആമുഖം എഴുതാൻ വേണ്ടി, അപ്പോൾ ഇതിലൂടെ ഓടിച്ചു പോയപ്പോൾ അയാളുടെ വളരെ മുമ്പുള്ളൊരു കവിതയ്ക്ക്, 10-30 കൊല്ലം മുമ്പ് എഴുതിയൊരു കവിതയ്ക്ക് ഞാൻ റിവ്യൂ എഴുതിയിരുന്നു. അതന്ന് മൾബറിയാണ് പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ ആ ഒരു ഓർമ്മയിൽ അതിൻ്റെ ഒരു തുടർച്ച ഇതിലുണ്ടല്ലോ. അപ്പോൾ ഈ കവിത രാജനെ വിളിച്ച് വീണ്ടും വെരിഫൈ ചെയ്യണ്ട എന്ന് കരുതി ഞാൻ, ഇപ്പോൾ എല്ലാം ഗൂഗിളിൽ കിട്ടുമല്ലോ. അപ്പം ഞാൻ ChatGPTയോട് ചോദിച്ചു വിപരീതം എന്ന കവിതയെക്കുറിച്ച് രാജൻ CHൻ്റെ. അപ്പം വിപരീതം എന്ന രാജൻ CHൻ്റെ കവിതയെക്കുറിച്ച് വലിയ ഒരു 2-3 പാരഗ്രാഫ് എൻ്റെ മുമ്പിലേക്ക് വരികയാണ്. അപ്പോൾ പക്ഷേങ്കിൽ ഇതിങ്ങനെ വായിച്ചു പോയപ്പം എൻ്റെ മനസ്സിൽ വിപരീതം കവിത എവിടെയോ ഇങ്ങനെ അവ്യക്തമായി കിടക്കുന്നുണ്ട്. ഇതൊരു ഗസ്സാണ്, ഒരു ഊഹമാണ് എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ChatGPTയോട് ചോദിച്ചു, ഇതിൻ്റെ ടെക്സ്റ്റിൽ റിലവൻ്റായ ഏതെങ്കിലും ഭാഗം പ്രൊഡ്യൂസ് ചെയ്യാവോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അയ്യോ അത് പിന്നെ റൈറ്റിൻ്റെ പ്രോബ്ലം ഉണ്ട്, ഇത് കവിതയുടെ റൈറ്റിൻ്റെ പ്രോബ്ലം ഉണ്ട്. ഏത് ഞാനിപ്പം ജീവിച്ചിരിക്കുന്ന സിസക്ക് മുതൽ ലോകത്തുള്ള മിക്കവാറും ആളുകളെ ചോദിച്ചാൽ ഉടനെ തരുന്നേ ഈ ChatGPTയാണ് പറയുന്നത് ഇതിന് റൈറ്റിൻ്റെ പ്രോബ്ലം ഉണ്ട്, തരാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വീണ്ടും ചോദിച്ചു, അല്ല ChatGPT ഇത് കണ്ടോ, ഈ CH രാജൻ്റെ വിപരീതം എന്നുള്ള കവിത കണ്ടോ? അപ്പോൾ നോ ഐ കുഡിൻ സീ എന്നുള്ള രീതിയിൽ കാണാൻ പറ്റിയില്ല എന്ന് ഉത്തരം. അപ്പോൾ ഞാൻ ചോദിച്ചു, then why should you lie, എന്തിനാണ് ഇങ്ങനെ കളവ് പറയുന്നത്? അപ്പോൾ സോറി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് ക്ഷമാപണം, അങ്ങനെ എന്ന് പറഞ്ഞാൽ വിപരീതം എന്നുള്ള വാക്കിനെ ഈ ChatGPT അങ്ങ് അപനിർമ്മിക്കുകയാണ്. അപ്പോൾ അതിൽ ഓപ്പോസിഷനാണ്, ജീവിതമായിട്ടുള്ള ഓപ്പോസിഷനാണ്, നമ്മുടെ സമൂഹമായിട്ടുള്ള ഓപ്പോസിഷനാണ്, വ്യക്തിയുടെ സംഘർഷമാണ്, ഇങ്ങനെയൊക്കെ കൂടി വലിയൊരു വ്യാഖ്യാനം തരികയാണ്. അപ്പോൾ വാസ്തവത്തിൽ നമ്മളെ ഈ ലോകം ഇന്നിപ്പോൾ എത്തി നിൽക്കുന്ന ഒരവസ്ഥയും നമ്മളെ പഴയ കാലത്തെ എഴുത്തിൻ്റെ ഒരു അവസ്ഥയും ഇത് മുഴുവൻ ശരിയാണെന്ന് വിശ്വസിച്ച് നടക്കുന്ന പുതിയ തലമുറയും ഒക്കെ ഉണ്ടാവുമോ? പോസ്റ്റ് ട്രൂത്ത് എന്നുള്ളത് ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ വന്ന് 2012 എൻ്റെ ഓർമ്മ. ഈ 2012 കഴിഞ്ഞിട്ട് ഇപ്പം 10-13 കൊല്ലമായിട്ടുള്ളൂ. അന്ന് ഇല്ലാത്ത പ്രതിഭാസമാണ് ഈ പറയുന്ന AI ഉൽപ്പാദിപ്പിക്കുന്നത്. നമ്മളൊക്കെ AI ഒക്കെ ഈ പ്രായത്തിലൊന്നും അധികമൊന്നും ഉപയോഗിക്കുന്നില്ല. പക്ഷേ നമ്മൾ തന്നെ കുട്ടികളൊക്കെ ഉപയോഗിക്കുന്നത് ധാരാളമായിട്ട് ഇതുപോലുള്ള സംഗതികളാണ്. അവരന്വേഷിക്കുന്നത് ഇതിലെ പ്ലാഗിയാരിസം പിടിക്കാണ്ടിരിക്കാൻ എന്ത് വഴിയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്രമാത്രം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന രീതിയിൽ ഈ AI ഒക്കെ മാറുന്നൊരു കാലത്ത് AI എന്നുള്ളത് തീർച്ചയായും ഒരുപാട് സംഗതികൾ നമുക്ക് നൽകുന്ന ഒരു കാലത്താണ്. നമുക്കൊരുപാട് അതിനെ ആശ്രയിക്കേണ്ടിയും വരും. അതേസമയം ഇതുപോലെ നമ്മൾ മനുഷ്യർ വഞ്ചിക്കുന്നതിനേക്കാൾ സമർത്ഥമായി വഞ്ചിക്കാനുള്ള ഒരു സംവിധാനം കൂടി AIക്കകത്തുണ്ട്. ഇത്രയും ഞാൻ ആമുഖമായിട്ട് പറയുന്നത്, നമ്മൾ കാലം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എറണാകുളത്ത് നിന്ന് എൻ്റെ ഒരു സുഹൃത്ത്, പഴയ ഒരു സുഹൃത്ത് ആർട്ടിസ്റ്റ് പ്രദീപ് വിളിച്ചിരുന്നു. അപ്പം പ്രദീപ് എൻ്റെ നാട്ടുകാരനും കൂടിയാണ്. അയാൾ അവിടെ ബിനാലയിൽ അവരുടെ എക്സിബിഷൻ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് കാര്യങ്ങളൊക്കെ അപ്പം പറഞ്ഞു, കാര്യങ്ങളൊക്കെ മാറി മാഷേ, എല്ലാം കൈവിട്ടു പോയി എന്ന് പറഞ്ഞാൽ പഴയ കാലത്തുള്ള നമ്മൾ പണ്ട് നാട്ടിൽ ഓർക്കാട്ടരിയൊക്കെ നടന്ന ആ കാലമൊക്കെ പോയി.
പുതിയ തലമുറയാണെങ്കിലും പുറത്തൊക്കെ പോയി സഞ്ചരിക്കുന്നത് കൊണ്ടും ഗോവയിലും അവിടെ എവിടെയൊക്കെ എക്സിബിഷനൊക്കെ നടത്തുന്നതുകൊണ്ട് അയാൾക്ക് ഇപ്പോഴത്തെ ഒരു കാഴ്ചപ്പാടിൽ വരുന്ന മാറ്റം ശ്രദ്ധിച്ചുകൊണ്ട് എന്നോട് ഞാൻ പറഞ്ഞു, ഞാനങ്ങനെ പഴയതിൽ അള്ളിപ്പിടിച്ചൊന്നും നിൽക്കുന്നില്ല, പക്ഷേ നമ്മൾക്ക് ചെയ്യാവുന്നതിന് വളരെ പരിമിതിയുണ്ടല്ലോ. അപ്പോൾ അതേസമയത്ത് പുതിയ തലമുറ, പുതിയ മാറ്റം, അത് സംബോധന ചെയ്യാൻ പുതിയ തലമുറയിൽ നിന്ന് ആളുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കേണ്ടി വരും. ഇപ്പോൾ അപനിർമ്മാണത്തെക്കുറിച്ച് പറയുമ്പോൾ, ഞാൻ ഈ അപനിർമ്മാണത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ വാക്ക് പറയാൻ തന്നെ വലിയ വിഷമായിരുന്നു. കാരണം എന്തോ കേൾക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു സംഭവം എന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന, അല്ലെങ്കിൽ പേര് കേട്ടിട്ടുണ്ടാവുന്ന MM വിജയൻ മാഷ് ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന്, അദ്ദേഹം അന്ന് ദേശാഭിമാനി വാരികയുടെ എഡിറ്ററാണ്, എന്നോട് പറഞ്ഞു ഡെറിഡയെക്കുറിച്ചൊരു ലേഖനം ദേശാഭിമാനിക്ക് വേണമെന്ന്. അപ്പോൾ ഞാനന്ന് തലശ്ശേരി പെണ്ണുങ്ങോളയിൽ ജോലി ചെയ്യുന്ന കാലമാണ്. അപ്പോൾ ഞാൻ മാഷോട് ചോദിച്ചു, അല്ല മാഷേ, ഇത് ദേശാഭിമാനി എഴുതിയിട്ട് ആര് വായിക്കാനാണ് എന്ന് പറഞ്ഞാൽ, ദേശാഭിമാനിയെ ഞാൻ കുറച്ച് കണ്ടതുകൊണ്ടല്ല, മറിച്ച് അത് സാധാരണഗതിയിൽ സാധാരണക്കാരെ അഡ്രസ്സ് ചെയ്യുന്നൊരു വാരികയും പരമാവധി സാധാരണക്കാരിലെത്തും എന്ന് വിചാരിക്കുകയും ചെയ്യുന്നതാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് ഈ അപനിർമ്മാണം അതിൻ്റെ ഒരു സാങ്കേതിക രീതിയിൽ വിനിമയം ചെയ്യുക എന്നുള്ള ഒരു ഉത്കണ്ഠ. അപ്പോൾ മാഷ് ഉടനെ പറഞ്ഞു, എല്ലാം ഒരുപാട് MA ക്കാരും ഒക്കെ ഉള്ള കേരളമാണല്ലോ, അതുകൊണ്ട് പോക്കർ എഴുതിക്കോ, എന്തായാലും എഴുതണം എന്ന് പറഞ്ഞിട്ട് എന്നെ ഏൽപ്പിച്ചു. ഞാനത് എഴുതുകയും ചെയ്തു. അങ്ങനെയാണ് ഇതിലേക്ക് സത്യത്തിൽ കടക്കുന്നത്. കാരണം ഇത് ഞാൻ വായിക്കുന്നുണ്ട് എന്നുള്ളത് മാഷക്ക് അറിയാം. കാരണം നമ്മൾ ഇത്തരം കാര്യങ്ങളാണ് അവിടെ പോയിരുന്ന് സംവാദം നടത്താറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല രീതിയിലും മാഷക്ക് അറിയാവുന്നതുകൊണ്ട് അങ്ങനെ ഈ ലേഖനം എഴുതുകയും പിന്നീട് അതൊരു പുസ്തകമായി വരികയും ഒക്കെയാണ് ചെയ്തത്. അപ്പോൾ അന്നൊക്കെ ഇത് പറയുമ്പോൾ തന്നെ വലിയൊരു അപകടം എന്തോ ഉള്ള സാധനമാണെന്ന രീതിയിൽ ആളുകൾ സമീപിക്കുകയായിരുന്നു. ഇപ്പോൾ ജോർജ് ഇവിടെ ഏതാണ്ട് പറഞ്ഞതുപോലെ ചാത്തനാഥ് അച്ചുണ്ണി മാഷ് ഒരു വേദിയിൽ, ഞാനും കൂടിയുള്ള വേദിയിൽ പറഞ്ഞു, ഇതൊക്കെ നമ്മളെ വാക്യപദീയത്തിലും അതുപോലെ പഴയ സംസ്കൃത ഗതികളിലൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പിന്നീട് ചർച്ചയിൽ ഞാൻ മാഷോട് ചോദിച്ചു, എന്നാൽ പിന്നെ എന്തുകൊണ്ട് മാഷ ഇതൊന്നും പറഞ്ഞില്ല നേരത്തെ പറയായിരുന്നില്ലേ? പക്ഷേ കേരളത്തിലെ ആളുകൾ അറിഞ്ഞത്, ഇന്ത്യയിലെ ആളുകൾ അറിഞ്ഞത്, ലോകത്തിലെ ആളുകൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞത് ഒരു രീതിശാസ്ത്രം എന്ന രീതിയിൽ, ഒരു വായനാ രീതി എന്ന രീതിയിൽ അറിഞ്ഞത് ജാക്ക് ദെറിഡയുടെ സ്ട്രക്ചർ, സൈൻ ആൻഡ് പ്ലേ ഇൻ ഹ്യൂമൻ സയൻസസ് എന്നുള്ള വളരെ പ്രശസ്തമായ ലേഖനത്തോടു കൂടിയാണ്. അത് അമേരിക്കയിലെ ഒരു സർവകലാശാലയിൽ അവതരിപ്പിച്ചാണ്. ആ ലേഖനത്തിൻ്റെ തുടർച്ചയിലാണ് അദ്ദേഹത്തിൻ്റെ ഓഫ് ഗ്രാമറ്റോളജി എന്നുള്ള പുസ്തകവും. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെയും ഈ ലേഖനത്തിൻ്റെയും കേന്ദ്രം എന്നുള്ളത് നമ്മൾ ഇന്ന് ഇവിടെ ജോർജ് പറഞ്ഞ പോലെ പിതാവ് സങ്കല്പം, അങ്ങനെ എല്ലാ സങ്കല്പങ്ങളെയും ഈ അതീശത്വമായി നിലനിൽക്കുന്ന നമ്മൾ ധാരണകളെ പൊളിക്കുക എന്നുള്ള വളരെ ഗൗരവമായ ഒരു രാഷ്ട്രീയ പ്രക്രിയ ആയിരുന്നു യഥാർത്ഥത്തിൽ അതിലൂടെ നിർവഹിച്ച്. അതിൻ്റെ ഭാഷ എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ രീതി എന്നൊക്കെ പറയുന്നത് ഫ്രാൻസിൽ രൂപപ്പെട്ടു വന്ന ചിഹ്നശാസ്ത്രത്തിൻ്റെയും അതുപോലെ തന്നെ ഘടനാവാദത്തിൻ്റെയും ഒക്കെ അന്തരീക്ഷത്തിൽ, റോളാങ് ബാർത്തിൻ്റെയൊക്കെ ആ ഒരു കാലത്താണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തുടർച്ചയിലാണ്, സ്വാഭാവികമായിട്ട് സൊസൂറിൻ്റെയൊക്കെ തുടർച്ചയിലാണ് ഡെറിഡയുടെ ഈ ലേഖനവും പിന്നീട് ഈ കൃതിയും വരുന്നത്. ആ കൃതിയിൽ അദ്ദേഹം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് ലെവി സ്ട്രോസിനെ വിമർശിക്കുകയായിരുന്നു. ലെവി സ്ട്രോസ് എന്ന് പറഞ്ഞാൽ ആരാ? നരവംശാസ്ത്രജ്ഞനാണ്, ഘടനാവാദിയാണ്. അപ്പോൾ ഈ ഘടനാവാദിയായ നരവംശാസ്ത്രജ്ഞനെ വിമർശിച്ച് എന്തിനാണ്? അദ്ദേഹത്തെ ഒന്ന് വിമർശിച്ച ഒരാളാവാൻ വേണ്ടിയല്ല, മറിച്ച് ഈ ലെവി സ്ട്രോസിൻ്റെ രചനകളിലൊക്കെ പാശ്ചാത്യ കേന്ദ്രിതമായ ഒരു നാഗരികതയെ അദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ ഉയർത്തിപ്പിടിക്കാൻ. അതിന് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്ത ബുക്കൊന്നും വായിക്കണ്ട, അദ്ദേഹത്തിൻ്റെ യാത്രാവിവരണം വായിച്ചാൽ മതി നിങ്ങൾ. ടിഷെ ട്രോപ്പിക്കെ എന്ന് പറയുന്ന ആമസോൺ അല്ലേ, ആമസോൺ നമ്മുടെ വേടൻ്റെ കവിതയിലൊക്കെ ഇപ്പോൾ ആമസോൺ വരുന്ന കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. കാരണം ആമസോൺ കാടുകൾ കൊള്ളയടിച്ച് പോയതിനെ പറ്റി ലെവി സ്ട്രോസിന് ദുഃഖമുണ്ട്. പക്ഷേ അവിടുത്തെ ആളുകളെ കാണുമ്പോൾ ഇത് കിരാതന്മാരാണ്, പ്രാകൃതന്മാരാണ്, ഇവരെ പേടിക്കണം എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരുപാട് പരാമർശം. അതിപ്പോൾ നമ്മൾ ആർക്കും സംഭവിക്കാവുന്നതാണ് അത്. കാരണം നമ്മൾ തലയിൽ കൊണ്ടു നടക്കുന്ന ഇപ്പോൾ ഒരു കള്ളനെ, ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ കള്ളം വന്നപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടെ കള്ളം വരുമായിരുന്നു ക്വാർട്ടേഴ്സുകളിൽ. അപ്പോൾ എല്ലാവരും നോക്കുന്നത് വസ്ത്രം പുഷിച്ച ആളുകളെ ആയിരിക്കുമല്ലോ കള്ളനായിട്ട്. അപ്പോൾ ഒരു ദിവസം ഒരു മാഷ് ഇങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഉച്ചയ്ക്ക് പോകുമ്പോൾ ഒരാൾ നല്ല ബ്രീഫ് കേസൊക്കെ ആയിട്ട് നടന്നിങ്ങനെ പോകുന്നു. അപ്പോൾ ഇയാൾ പോകുമ്പോൾ അത് ശ്രദ്ധിച്ചില്ല, അയാൾ കടന്നുപോയി. പക്ഷെ പെട്ടെന്ന് നോക്കുമ്പോൾ ഈ മാഷ് വീട് പൂട്ടി ഇറങ്ങിയ വീട്ടിലേക്ക് ഇനി ഇയാൾ കയറിപ്പോകുന്നു. അപ്പോൾ ഇയാൾ അറിയേയില്ല ഇതേ വീട്ടിലേക്കല്ലേ പോകുന്നത്. അപ്പോൾ ഇയാൾ മാറി നിന്ന് ശ്രദ്ധിച്ചപ്പോൾ മൂപ്പരെ പൂട്ട് തുറക്കുകയാണ്. അപ്പോൾ ഇയാളെ പാൻറ്റും ഷർട്ടും ഈ സൂട്ട് കേസൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ അവരെ ശ്രദ്ധിക്കില്ല. അപ്പോൾ കള്ളൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു സങ്കല്പമുണ്ട്, പ്രാകൃതം എന്ന് പറയുമ്പോൾ നമുക്കൊരു സങ്കല്പമുണ്ട്.
കിരാതം എന്ന് പറയുമ്പോൾ നമുക്കൊരു സങ്കല്പമുണ്ട്, മൃഗീയം എന്ന് പറയുമ്പോൾ നമുക്കൊരു സങ്കല്പമുണ്ട്. മൃഗം ആവശ്യമില്ലെങ്കിൽ ആരെയും കൊല്ലാത്തയും ഉപദ്രവിക്കാത്തയും ജീവിയാണ്. അതിൻ്റെ ഒരു ആവശ്യം, അതിൻ്റെ ഭയം, അല്ലെങ്കിൽ അതിനെ നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിച്ച് ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ നമ്മൾ മനുഷ്യർ ചെയ്യുന്ന ക്രൂരതൊക്കെ മൃഗീയം എന്നല്ലേ പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ ആലോചിച്ച് കഴിഞ്ഞാൽ പാശ്ചാത്യ കേന്ദ്രിതമായിട്ടുള്ള നാഗരികതയുടെ കേന്ദ്രത്തിലേക്കുള്ള ഒരു ആക്രമണമായിരുന്നു ദെറിഡ നടത്തിയത്. അപ്പോൾ അതുകൊണ്ട് ദെറിഡയുടെ ഒരു പുസ്തകത്തിൻ്റെ പേര് തന്നെ മാർജിൻസ് ഓഫ് ഫിലോസഫി ഇതാണ്. തത്വചിന്തയുടെ അതിരുകൾ, അരികുകൾ. ഈ അരികുകളെക്കുറിച്ച് നമ്മൾ നോക്കില്ല. അരിസ്റ്റോട്ടലിനെ കുറിച്ച് എത്രയോ കൊല്ലം ലോകത്തിൽ പഠിപ്പിച്ചു, ഇപ്പോഴും പഠിപ്പിക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, ഒരുപാട് സംഭാവന ചെയ്തിട്ടുള്ള വലിയ ദാർശനികൻ തന്നെയാണ്. പക്ഷേ അരിസ്റ്റോട്ടലിൽ സ്ത്രീകളെ കുറിച്ച് പറഞ്ഞെന്താ? അവർക്ക് സ്വാതന്ത്ര്യം വേണ്ടെന്നാണ്. അതാരും ചർച്ച ചെയ്യില്ല. സ്വാതന്ത്ര്യം വേണ്ടാന്ന് പറഞ്ഞ് ചർച്ച ചെയ്തു എന്ന് വെച്ചാൽ, എന്നാൽ പോലും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞ് സ്ത്രീകൾക്ക് പല്ല് കുറവാണ്, അതുകൊണ്ട് കൂടുതൽ ചവക്കേണ്ടി വരും, അപ്പോൾ കുറേ സമയം ഭക്ഷണം കഴിക്കാൻ അടുക്കളയിൽ ഇരിക്കേണ്ടി വരും. അരിസ്റ്റോട്ടലിൻ്റെ എൻസൈക്ലോപീഡിയ എന്നാണ് ആ കാലത്തും പിൽക്കാലത്തും ഒക്കെ വിൽഡുരാൻ്റെ ഒക്കെ പുസ്തകത്തിൽ വരെ ഈ എൻസൈക്ലോപീഡിയക്ക് ഇഷ്ടമുള്ള ആളാണ്. അത് ശരിയുമാണ്. കാരണം ഒരുപാട് ഭരണഘടനകൾ അദ്ദേഹം സമാഹരിച്ചിട്ടുണ്ട്, ഒരുപാട് ചെടികൾ വളർത്തി വർഗീകരിച്ചിട്ടുണ്ട്, ഭയങ്കര പാണ്ഡിത്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ 2 ഭാര്യമാരുണ്ടായിട്ടും ഇദ്ദേഹം എന്തുകൊണ്ട് ഇവരുടെ പല്ല് എണ്ണി നോക്കിയില്ല എന്നുള്ളത് ബർട്രൻഡ് റസ്സൽ ചോദിക്കുന്നവരെ ആളുകൾക്ക് മനസ്സിലായില്ല. ഈ വായിച്ച പണ്ഡിതന്മാർക്കൊന്നും മനസ്സിലായില്ല. കാരണം അവരിലും അറിയാതെ ഒരു സ്ത്രീവിരുദ്ധതയും ഒരു പുരുഷാധിപത്യ മൂല്യബോധവും ഒക്കെ പ്രവർത്തിക്കുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവർ ഇപ്പം പെണ്ണുങ്ങളൊക്കെ വീട്ടിൽ നിന്ന് പോകുമ്പം വീടും എടുത്താണ് പോകുന്നത് എന്ന് ഡോക്ടർ ആർ ബിന്ദു വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. അത് ഇംഗ്ലീഷിൽ പറഞ്ഞപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് നാട്ടുകാരൊക്കെ ചർച്ച ചെയ്തു. വാസ്തവത്തിൽ അവർ പറയുമ്പോൾ ഉദ്ദേശിച്ചത് എന്താ? അവർ പറയുമ്പോൾ ഉദ്ദേശിച്ച ആളുകൾ പെണ്ണുങ്ങൾ പോകുമ്പോഴാണ് ഇത് ആണുങ്ങൾ കൂടി ഇവിടെ മുളക് തീർന്നോ, പഞ്ചസാര തീർന്നോ, ചായപ്പൊടി ബാക്കിയുണ്ടോ എന്ന് ആണും പെണ്ണും തുല്യമായി ആലോചിക്കുന്ന വീട്ടിലാണെങ്കിൽ പെണ്ണ് മാത്രം ഇത് തലയിൽ വെച്ച് നടക്കേണ്ടി വരില്ല. പക്ഷേ ഇത് ആ കോണ്ടസ്റ്റിൽ നിന്ന് അടർത്തി മാറ്റി ഇതിനെ വ്യാകരണം ചർച്ച ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ മാറി നടക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ മുഖ്യമായി നമ്മുടെ പ്രതിപാദനങ്ങളിൽ, നമ്മുടെ ആവിഷ്കാരങ്ങളിൽ, നമ്മുടെ ആഖ്യാനങ്ങളിൽ വരുന്ന ഇത്തരത്തിലുള്ള അന്ധബിന്ദുക്കളെ കണ്ടുപിടിക്കുക, ബ്ലൈൻഡ് സ്പോട്ട് എന്നുള്ളത്, അത് ഈ ഫ്രഞ്ച് ഭാഷയിൽ ഡെറിഡ ഉപയോഗിച്ച വാക്കിൻ്റെ പരിഭാഷയായിട്ട് പിന്നീട് ഇപ്പോൾ നമ്മളെല്ലാവരും ആനൽ ചർച്ചയിൽ വരെ അന്ധബിന്ദുക്കൾ എന്ന് പറയുന്നുണ്ട്, അതുപോലെ തന്നെ അപനിർമ്മാണം എന്ന് പറയുന്നുണ്ട്, എല്ലാം പറയുന്നുണ്ട്. ഞാൻ ഈ ലേഖനമൊക്കെ എഴുതിയ സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് തന്നെയായിട്ടുള്ള വത്സലം ബാദുശ്ശേരി മാഷ് ഈ അപനിർമ്മാണത്തെ പരിഹസിക്കുന്ന ഒരു കഥ എഴുതിയിരുന്നു. തീർച്ചയായും അങ്ങനെ എഴുതാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട്, എഴുതുകയും വേണം. ഞാൻ പറയുന്നത് അത് അങ്ങനെ ഈ കഥയുടെ ഒരു വിഷയം തന്നെ അതായി മാറുന്നതും വേറെ രീതിയിൽ നല്ലതുമാണ്. കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ സാഹിത്യത്തിൽ തന്നെ വരുമ്പോൾ ബഷീർ ഒരുപാട് അപനിർമ്മിച്ച ആളുകളാണ്. ബഷീറിൻ്റെ രചനകളിൽ വാസ്തവത്തിൽ ഈ പറയുന്ന പോലെ അപനിർമ്മാണം പഠിച്ചിട്ടോ അപനിർമ്മാണ സിദ്ധാന്തം ഉപയോഗിച്ചിരുന്നില്ല. പക്ഷേ സ്ത്രീയും പുരുഷനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചുള്ള കേശവൻ നായരുടെയും സാറാമ്മയുടെയും സംവാദം തന്നെ ഒരു തരത്തിലുള്ള അപനിർമ്മാണം. പക്ഷേ അപനിർമ്മാണത്തെ ഒരു രീതിശാസ്ത്രം എന്ന രീതിയിൽ വായന എന്നുള്ളത് ഒരു കഠിനമായ പ്രവൃത്തിയാക്കി, ഒരു ജോലിയാക്കി, ഒരു അധ്വാനമാക്കി മാറ്റുന്നതിൽ വളരെ ഗണ്യമായ സംഭാവന നൽകിയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് വാസ്തവത്തിൽ ഡെറിഡയുടെ പുസ്തകങ്ങളിലൂടെ, എഴുത്തുകളിലൂടെ പുറത്തു വരികയും അത് ലോകം തന്നെ ചർച്ചയും ചെയ്തു. നമുക്കറിയാം, ഇപ്പോൾ ലോകത്തിൽ എഡ്വേർഡ് സെയ്ദിനെ ചർച്ച ചെയ്യാതിരിക്കാൻ പറ്റാത്ത രീതിയിൽ കാര്യങ്ങൾ മാറി. കാരണം എഡ്വേർഡ് സെയ്ദ് അത്രമാത്രം, എഡ്വേർഡ് സെയ്ദും ഡെറിഡയായിട്ടുള്ള വ്യത്യാസം, ഡെറിഡ സൈദ്ധാന്തികമായിട്ടുള്ള ദാർശനികമായ ഒരു ഫ്രെയിമിനകത്താണ് ഇതൊക്കെ ചർച്ച ചെയ്തത്. അപ്പോൾ അതിൻ്റെ മാനം എന്ന് പറയുന്നത് എല്ലാവരിലേക്കും അങ്ങനെ എത്തേണ്ട ആവശ്യമില്ല. ഡെറിഡയും കരുതുന്നുണ്ടാവില്ല. അദ്ദേഹത്തിൻ്റെ ഒരു രീതി ഉപയോഗിച്ചിട്ട് അതാണ് ഇപ്പോൾ അഴീക്കോട് മാഷയും എം വിജയൻ മാഷയും പ്രസംഗം ഒരേ ലെവലല്ലല്ലോ ആളുകൾ കേൾക്കുന്നത്. പക്ഷേ രണ്ടിൻ്റേതായ കോൺട്രിബ്യൂഷൻ ഉണ്ടല്ലോ, അതുപോലെ തന്നെയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കേന്ദ്രത്തെ പൊളിക്കുക എന്നുള്ളതാണ്. ഒരു ടെക്സ്റ്റിൽ ഒരു കേന്ദ്രം, എല്ലാ ടെക്സ്റ്റിനെയും കയറി പൊളിക്കണമെന്നില്ല. അങ്ങനെ വിചാരിച്ചിട്ട് ഡെറിഡയെ മാർക്സിനെ കുറിച്ച് ഉള്ള പ്രബന്ധങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി അമേരിക്കയിലെ പ്രശസ്തമായ യൂണിവേഴ്സിറ്റി വിളിച്ചപ്പോൾ അവർ വിചാരിച്ച് മാർക്സിനെ ഇദ്ദേഹം പൊളിക്കുന്നതാണ്. പക്ഷേ സ്പെക്ചേഴ്സ് ഓഫ് മാർക്സ് എന്ന കൃതിയിൽ മാർക്സിൻ്റെ ഒരു പുതിയ വായനയാണ് മാർക്സ് അവതരിപ്പിച്ച്. ആ മാർക്സിനെ ഈ കാലത്ത് എങ്ങനെ വായിക്കണം, എന്തുകൊണ്ട് മാർക്സിനെ വായിക്കണം, അത് എന്തെല്ലാം കാരണങ്ങളാണുള്ളത്, മാർക്സിൻ്റെ ഭൂതങ്ങൾ എന്തുകൊണ്ട് നമ്മളൊക്കെയുള്ള വരുന്നു
ഇപ്പോഴും വരുന്നു. മാർക്സ് എന്തുകൊണ്ട് ഭൂതങ്ങൾ എന്നുള്ള ഈ മെറ്റാഫർ ഉപയോഗിച്ചു? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെ ഒരു ദാർശനികമായ രീതിയിൽ, ഒരു പ്രത്യേകമായ രീതിയിൽ, ആ രീതി തന്നെ എല്ലാവരും പിന്തുടർന്ന്, ഡെറിഡയും പറയുന്നില്ല, നമ്മൾ ആരും പറയുന്നില്ല, പക്ഷേ അതുണ്ടാക്കി ഏത് രീതിയും അങ്ങനെയാണല്ലോ. ഇപ്പോൾ നമ്മളിപ്പോൾ തൊഴിലാളികൾക്ക് കൂലി വേണമെന്ന് പറയുന്നത് എല്ലാവരും പറയുന്നത്, എല്ലാവർക്കും അർഹമായ കൂലി കിട്ടണം. ഒരു മാർക്സിസം പഠിച്ചിട്ടാ? അങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ എല്ലാവർക്കും പഠിക്കേണ്ട ആവശ്യമില്ല. ഗാംജിയൊക്കെ പറയുന്ന പോലെ എല്ലാവരും അടിസ്ഥാനപരമായി ദാർശനികരായിരിക്കും, പക്ഷേ എല്ലാവരും ദാർശനികൻ്റെ ജോലി ചെയ്യേണ്ടെന്ന് പറയുന്ന പോലെ എല്ലാവരും മൂലധനം വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആവശ്യമുള്ളവരും ആ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളും വായിക്കുക. എല്ലാവരും വായിക്കുന്ന ഒരു കാലം വരികയാണെങ്കിൽ തീർച്ചയായും നല്ലത്. പക്ഷേ അതെപ്പോഴും സമൂഹത്തിൽ സാധ്യമല്ല, കാരണം സമൂഹത്തിൻ്റെ ഘടന അങ്ങനെയാണല്ലോ പ്രവർത്തിക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ വിഷയം സജസ്റ്റ് ചെയ്യുമ്പോൾ സാംസ്കാരികമായ മാനങ്ങൾ എന്ന് ആയിരുന്നു സജസ്റ്റ് ചെയ്തത്. സാംസ്കാരികമായ മാനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇന്ത്യൻ്റെ കോണ്ടസ്റ്റിൽ വായിക്കുമ്പോൾ നമ്മളുടെ ഹെജിമണി എന്താണ്? അപ്പോൾ നമ്മളെ ഹെജിമണി എന്നുള്ളത്, നമ്മുടെ ടെക്സ്റ്റുകളിലെ ഹെജിമണി എന്നുള്ളത്, ഇന്നലെ ഇപ്പോൾ എൻ്റെ ഒരു വിദ്യാർത്ഥിയായിട്ടുള്ള ഡോക്ടർ ആർ ശർമിള എൻ്റെ തന്നെ ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ അവർ പറയുണ്ടായി, ഞാൻ ഉപനിഷത്തുകളെയാണ് അപനിർമ്മിച്ചത്, അങ്ങനെ ഉപനിഷത്തിൻ്റെ ഒരു ഫെമിനിസ്റ്റ് വായനയാണ് നടത്തിയത് എന്ന് ആ വേദിയിൽ അവർ പറയുണ്ടായി. അപ്പോൾ ഉപനിഷത്തിനെ അപനിർമ്മിക്കാം. അങ്ങനെ ഏത് കൃതിയെയും ഏത് രചനയും, ഖുറാൻ്റെ ഫെമിനിസ്റ്റ് വായന ആമിന വധു നടത്തിയിട്ടുണ്ട്. നമുക്ക് വളരെ പ്രസിദ്ധമായ പുസ്തകമാണ്, മലയാളത്തിൽ വരെ വന്നിട്ടുണ്ട്. ഖുറാനായാലും ബൈബിളായാലും ഭഗവത്ഗീതയായാലും ഏത് കൃതിയായാലും വാസ്തവത്തിൽ അതിനെ അപനിർമ്മിക്കാം. പക്ഷെ അപനിർമ്മിക്കുമ്പോൾ അവിടെ നമ്മൾ അതിൻ്റെ കേന്ദ്രത്തിൽ ഒളിഞ്ഞിരിക്കുന്ന, കേന്ദ്രത്തിൽ പതിയിരിക്കുന്ന സാമൂഹ്യ വിരുദ്ധതയുണ്ടെങ്കിൽ, ജനാധിപത്യ വിരുദ്ധതയുണ്ടെങ്കിൽ, അതുപോലെ തന്നെ തുല്യതയ്ക്ക് എതിരായിട്ടുള്ള, നീതിക്കെതിരായിട്ടുള്ള പരികൽപ്പനകളുണ്ടെങ്കിൽ ആ പരികൽപ്പനയാണ് നമ്മൾ പ്രധാനമായി അവലംബിക്കേണ്ടത്. അതാണ് കീ ടേം എന്ന് പറയുന്നത്, അതിൻ്റെ താക്കോൽ വാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഏത് കൃതിയിലും ചില താക്കോൽ പദങ്ങളുണ്ടാവും. ഈ താക്കോൽ പദങ്ങൾ വളരെ പ്രധാനമാണ്. ആ താക്കോൽ പദങ്ങൾ നമ്മളിപ്പോൾ സന്തോഷിപ്പിക്കുമായിരിക്കും. ചിലപ്പോൾ വായിക്കുമ്പോൾ നമ്മൾ വളരെ ആഹ്ലാദത്തോടു കൂടി ഒരു സിനിമ കാണുമ്പോൾ നമ്മൾ ആഹ്ലാദിക്കുന്നത് നമ്മളെ ഉള്ളിലും ഇതിൽ ആഹ്ലാദിക്കാനുള്ള എന്തെല്ലാം ഉള്ളത് കൊണ്ടാണ്. പക്ഷേ അത് യഥാർത്ഥത്തിൽ സാമൂഹിക ബോധത്തിൽ നിന്നുണ്ടാവേണ്ട, ജനാധിപത്യ ബോധത്തിൽ നിന്നുണ്ടാവേണ്ട, മതനിരപേക്ഷ ബോധത്തിൽ നിന്നുണ്ടാവേണ്ട ഒരു പരികൽപ്പന ആവണമെന്നില്ല. അപ്പോൾ നമ്മൾ ആഹ്ലാദിച്ചു എന്നുള്ളതുകൊണ്ട് ഈ ടെക്സ്റ്റ് അല്ലെങ്കിൽ ഈ കൃതി അല്ലെങ്കിൽ ഈ സിനിമ അല്ലെങ്കിൽ ഈ ചിത്രം ഗംഭീരമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മറിച്ച് നമ്മൾക്ക് തന്നെ എതിരായി കൂടി ചിന്തിക്കുമോ? അത് ഡെറിഡ തന്നെ പറയുന്നുണ്ട്, ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്, ഈ കാഫ്കേനെ എന്തിനാണ് നിങ്ങൾ അപനിർമ്മിച്ച് എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ കാഫ്കയാണ്, അതുകൊണ്ടാണ് ഞാൻ കാഫ്കയെ അപനിർമ്മിച്ചത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വളരെ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഇഷ്ടപ്പെടാൻ എന്തോ ഒരു കാരണമുണ്ടല്ലോ. അപ്പോൾ ആ കാരണം എന്താണ് എന്ന് സ്വയം തന്നെ നോക്കുമ്പോൾ അതിൽ കണ്ടെത്തുന്ന ചില സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ആത്മവിമർശനവും കൂടിയാണ് യഥാർത്ഥത്തിൽ അപനിർമ്മാണം എന്നുള്ളത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എത്രമാത്രം അപനിർമ്മിക്കാനും വികസിപ്പിക്കാൻ കഴിയും എന്നൊരു ചോദ്യം തീർച്ചയായും പ്രസക്തമാണ്. പക്ഷേ നമുക്കിപ്പോൾ അറിയാം, നമ്മളിപ്പോൾ എന്ത് സ്ത്രീവിരുദ്ധത പറഞ്ഞാലും സമൂഹം വളരെ പെട്ടെന്ന് അപനിർമ്മിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിന് ഇതുപോലെ വലിയ പുസ്തകം എഴുതിയിട്ടോ ലേഖനം എഴുതിയിട്ടോ ആവണമെന്നില്ല. ഏത് റോഡിൽ, തെരുവിലായാലും യാത്രക്കിടയിലായാലും എവിടെയായാലും പെട്ടെന്ന് അത് വളരെ പുരുഷ കമ്മീഷൻ വേണമെന്നൊക്കെ പറയുന്ന ആളുകൾ വേറെ മറുവശത്ത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അതിനെ മറികടക്കാൻ വേണ്ടി, അതിനെ ഉല്ലംഘിക്കാൻ വേണ്ടിയുള്ള ഒരു ഇവിടെ ദീദി ഏതോ വേദിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് അത് ഒരു വ്യക്തിപരമായി ആയിരിക്കും. കാരണം ഒരു വ്യക്തിയിൽ കൂടി ഞാനൊരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ഞാൻ എന്നുള്ള വ്യക്തി അവിടെ പ്രധാനം തന്നെയായിരിക്കും. പക്ഷേ ഒരു വ്യക്തിയല്ല ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത്. സമൂഹം വളരെ കാലമായി ആചരിക്കുന്നത്, ടിക് ചാക്കരപ്പം പറയുന്ന പോലെ വീട്ടിയുടെ നാടകത്തിലെ ഈ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നുള്ള നാടകത്തിൽ പറയുന്നുണ്ടല്ലോ, ഈ കാലാകാലമായിട്ട് എല്ലാവരും കുടുംബം വെക്കുന്നത്, അതുകൊണ്ട് ഞാനും കുടുംബം വെക്കുന്നത് എന്നൊക്കെ പറയുന്ന പോലെ കാലാകാലമായി ആചരിച്ച് വരുന്ന, അങ്ങനെ ആചരിച്ച് പോവുകയാണ്. ഇപ്പം കല്യാണമായാലും നമ്മുടെ ജീവിതത്തിലുള്ള മറ്റൊട്ടനവധി സംഗതികൾ നോക്കിക്കഴിഞ്ഞാൽ അതിനൊക്കെ തന്നെ ആളുകളിപ്പോൾ അപനിർമ്മിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. പെൺകുട്ടികൾ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ടെക്സ്റ്റുകൾ പുനർവായനകൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ പുനർവായനകളിലൊക്കെ തന്നെ ഈ ഡെറീഡിയൻ സ്വാധീനം നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ അത് ഡെറിഡ അറിഞ്ഞിട്ടാവണമെന്നില്ല. ഞാൻ കൂലിയുടെ കാര്യം കൊണ്ട് പറഞ്ഞ പോലെയാണ്. മാർക്സിനെ അറിഞ്ഞിട്ടല്ലെങ്കിലും കേരളത്തിലെ മനുഷ്യർക്കൊക്കെ തന്നെ ഇപ്പോൾ കൂലി, എനിക്ക് ജോലി ചെയ്താൽ കൂലി എൻ്റെ അവകാശമാണെന്ന് ബോധമുണ്ട്. എത്രത്തോളം കിട്ടുന്നില്ല എന്നൊക്കെയുള്ള വേറെ പ്രശ്നം. പക്ഷേ എന്നാൽ പോലും ആ ഒരു ബോധം ഉള്ളതുപോലെ തന്നെയാണ് ഈ അപനിർമ്മിക്കുക എന്നുള്ളത്. നമുക്കെതിരാണ് ഒരു കാര്യം,
നമ്മുടെ സാമൂഹികമായ അസ്തിത്വത്തിനെതിരാണ് ഒരു കാര്യം എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും, അതുകൊണ്ടാണ് സിസക്കിന് ഈ ഓപ്പൻഹൈമർ എന്ന സിനിമ കാണുമ്പോൾ അതിൽ ഈ ഓപ്പൻഹൈമർ ദുഃഖിതനാകുമ്പം ഭഗവത്ഗീത കേൾക്കുന്നത് രംഗത്തെ അപനിർമ്മിക്കാൻ പറ്റുന്നത്. നമുക്ക് ഇന്ത്യക്കാരായി നമ്മളത് ശ്രദ്ധിച്ചില്ല. ശരിക്കും സിസക്ക് പറഞ്ഞ ശേഷമാണ് ഞാനത് ശ്രദ്ധിച്ചത്. കാരണം ഈ ഭഗവത്ഗീതയിലല്ലേ സ്വന്തക്കാരെയും ബന്ധക്കാരെയും ഒക്കെ കൊന്നുകളയാൻ പറയുന്നത്. അങ്ങനെ സ്വന്തക്കാരെയും ബന്ധക്കാരെയും കൊല്ലുക എന്നുള്ളത് മാത്രമല്ല, ജാതി വ്യവസ്ഥയെ ഇതല്ലേ വാസ്തവത്തിൽ സ്ഥാപിച്ചെടുക്കുന്നത് എന്ന് ചോദിക്കുന്നത് അദ്ദേഹം കൃത്യമായി തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. തെളിവുകൾ ഒരുപാട് ആളുകൾ എഴുതിയതാണ്. അപ്പോൾ നമ്മൾക്ക് പല രീതിയിൽ അപനിർമ്മിക്കാം. പക്ഷേ അപനിർമ്മിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ചങ്കിൽ പിടിക്കണം. അങ്ങനെ ചങ്കിൽ പിടിച്ചാൽ മാത്രമേ യഥാർത്ഥത്തിൽ ഒരു ടെക്സ്റ്റിനെ അതിൽ നിന്ന്, അതുകൊണ്ട് ഇപ്പം ഗാന്ധിജീനെ തള്ളുക എന്നൊന്നും അതിനർത്ഥമില്ല. ഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ അനിവാര്യമായ നിർണായകമായ സാന്നിധ്യമാണ്. ഗോപാൽ ഗുരുവും സറുക്കായും ചേർന്നിട്ട് നടത്തിയ സംവാദങ്ങൾ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്കിലിയിലൂടെ നടത്തിയ സംവാദങ്ങൾ, അത് പുസ്തക രൂപത്തിൽ അച്ചടിച്ച് വന്നിട്ട് ക്രാക്ക്ഡ് മിറർ എന്ന് പറഞ്ഞിട്ട് അത് ഗാന്ധിയും അംബേദ്കറും മുഖാമുഖം നിന്നിട്ടുള്ള ഒരു സംവാദ രീതിയിലാണ് പരിണമിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത് ഗാന്ധിജിയുടെ റോള് ആ പുസ്തകത്തിൽ വളരെ ഗംഭീരമായി പറയുന്നുണ്ട്. അതേസമയം തന്നെ ഗാന്ധിജിയുടെ ഒരു വലിയ പരിമിതിയും വാസ്തവത്തിൽ ജാതി, യഥാർത്ഥത്തിൽ അംബേദ്കർ ഇങ്ങനെ മുൾമുനയിൽ നിർത്തുകയായിരുന്നു. നമ്മൾ ആലോചിച്ച് നോക്കണം. ഈ ഗാന്ധി ഭരിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുഴുവൻ കത്തിപ്പോകുന്ന രീതിയിലുള്ള അവസ്ഥയാണല്ലോ. അപ്പോൾ ഇദ്ദേഹം നിരാഹാരത്തിലേക്ക് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ സമയത്ത് അംബേദ്കർ യഥാർത്ഥത്തിൽ വഴങ്ങേണ്ടി വരികയാണ്. അങ്ങനെ എന്തിനാണ് അങ്ങനെ വഴങ്ങേണ്ടി വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സനാതനധർമ്മത്തിൽ ഒരു പരിക്ക് പറ്റാൻ പാടില്ല എന്ന് ഗാന്ധിജി വിശ്വസിച്ചുകൊണ്ടാണ്. അങ്ങനെ സനാതനധർമ്മം, ഗാന്ധി ഒരേ സമയം മനുഷ്യസ്നേഹിയാണ്, മാനവകുലത്തിന് അല്ലെങ്കിൽ ഇന്ത്യയുടെ മൊത്തം സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആഗ്രഹിച്ച ആളാണ്. പക്ഷേ എന്നാൽ പോലും എൻ്റെ വീട്ടിലെ കക്കൂസ് കഴുകുന്ന ആൾക്ക് കുറച്ചുകൂടി സംരക്ഷണം കൊടുത്താൽ മതി, കുറച്ചുകൂടി കൂലി കൊടുത്താൽ മതി, കുറച്ചുകൂടി നന്നായി ട്രീറ്റ് ചെയ്താൽ മതി എന്നല്ലാതെ ആ തൊഴിലെന്തുകൊണ്ട് നിലനിർത്തുന്നു എന്ന്, ഇവരെന്തുകൊണ്ട് തോട്ടിയുടെ മകനോ മകളോ ആയി തന്നെ നിലനിൽക്കുന്നു എന്നുള്ളത്, ഈ വ്യവസ്ഥ എങ്ങനെയാണ് ഇത് വ്യവസ്ഥാപിതമായി സ്ഥിരപ്പെട്ടത് അല്ലെങ്കിൽ സ്ഥായിയാക്കപ്പെട്ടത് എന്നതിനെക്കുറിച്ച് ഗാന്ധിജി ഒരു ഘട്ടത്തിലും ഉത്കട്ടപ്പെട്ട് ഗാന്ധിജി സ്വയം പരിഷ്കരിക്കുകയും സ്വയം പരിണമിക്കുകയും ഒരുപാട് പരിവർത്തനങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ ചിന്ത ഒരുപാട് മുന്നോട്ട് പോയിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ പോയപ്പോൾ പോലും ഒരിക്കലും ഈ കാര്യത്തിൽ, അതുകൊണ്ടാണല്ലോ നാരായണ ഗുരുവായിട്ട് ഇവിടെ 1925 വന്നപ്പോൾ സംവാദം നടത്തുമ്പോൾ നാരായണ ഗുരു പറയുന്നത് എളുപ്പത്തിൽ ഗാന്ധിജിക്ക് മനസ്സിലാവുന്നില്ല. നാരായണ ഗുരുവിന് മനസ്സിലാവും. കാരണം അദ്ദേഹം ഈസ് എ വിക്ടിം, അദ്ദേഹം ഒരു ഇരയാണ്. അപ്പോൾ ഇരയാക്കപ്പെട്ട ഒരാൾക്ക്, അപ്പോൾ ദൈവം പാപിരിക്കുന്നു സാധാരണ പറയുന്ന ഒരാളുണ്ടല്ലോ, ഇരക്കും വേട്ടക്കാരനും ഒരിക്കലും ഒരേ അനുഭവമായിരിക്കില്ല എന്നുള്ളത്. ഈ അനുഭവത്തിൻ്റെ മണ്ഡലം എന്നുള്ളത് നിസ്സാരമല്ല, വളരെ ഗൗരവമാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ജോർജിനും സംസാരിക്കേണ്ടതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, അതുകൊണ്ട് തീർച്ചയായും ഈ ഇരകൾ എന്നുള്ളത് വളരെ പ്രധാനമാണ് എന്നതിൽ അംബേദ്കർ തെളിയിച്ചുകൊണ്ടിരുന്ന, ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കൃതികൾ നമ്മുടെ മുമ്പിലേക്ക് നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന, എത്രയോ കാലം നമ്മൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ അംബേദ്കർ വെറും ഭരണഘടനാ ശില്പിയാക്കി നമ്മൾ മാറ്റിവെച്ചു. ഇപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, ഇന്ത്യയിലെ ദളിത് ചിന്തകരൊക്കെ ഉയർന്നു വരികയും അവരൊക്കെ അംബേദ്കറെക്കുറിച്ച് പറയുകയും ചെയ്തപ്പോഴാണ്, ഞങ്ങളൊക്കെ ഫിലോസഫിയൊക്കെ പഠിക്കുമ്പോൾ അംബേദ്കർ എന്നുള്ള വാക്കേ അവിടെ ഇല്ല. അംബേദ്കർ എന്ന് പറയുന്ന ഒരു വാക്ക് തന്നെ അവിടെ ഉച്ചരിക്കാറില്ല. അതേസമയത്ത് ഗാന്ധിസം ഒരു ഫുൾ പേപ്പറാണ് ഗാന്ധിസം. മാർക്സിസം പഠിപ്പിക്കാനുണ്ട്, അതും വേറൊരു ഫുൾ പേപ്പറാണ്. ഇങ്ങനെയൊക്കെ പഠിപ്പിക്കാനുള്ളപ്പോഴും അംബേദ്കർ എന്തുകൊണ്ട് പഠിച്ചില്ല അല്ലെങ്കിൽ പഠിപ്പിച്ചില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് ഇതിൽ സിലബസ് ഇല്ല. അങ്ങനെ സിലബസിലേക്കൊക്കെ കയറി വന്ന് മണ്ഡലാനന്തരം ഇന്ത്യയിൽ വലിയ ചലനമുണ്ടായി. ആ ചലനങ്ങളെ മുഴുവൻ റദ്ദ് ചെയ്യുന്ന രീതിയിലേക്ക് ഇന്ന് സിലബസൊക്കെ വീണ്ടും അംബേദ്കറെയൊക്കെ ഉപേക്ഷിക്കാനും എല്ലാ ബഹുസ്വരതകളെയും ഉപേക്ഷിക്കാനും, വാസ്തവത്തിൽ അപനിർമ്മാണം എന്നുള്ളത് ഒരു ബഹുസ്വരതയാണ്. കാരണം കേന്ദ്രമില്ലാതാവും. എന്തായി, ഇയാൾ അച്ഛനാണ് അല്ലെ ഗുരുവാണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഓരോ ആളും ഗുരുവാണ്. അതിൽ പോളോ ഫ്രയറൊക്കെ അത് വേറെ രീതിയിൽ പറഞ്ഞില്ല, വിദ്യാർത്ഥികൾ എന്നുള്ളത് ഗുരുക്കന്മാരാണെന്ന്. കാരണം വിദ്യാർത്ഥികളിൽ നിന്ന് അധ്യാപകർക്ക് പഠിക്കാനുണ്ട്. പക്ഷേ വിദ്യാർത്ഥികൾ ആ രീതിയിൽ ചിന്തിച്ച് ഇടപെടുന്ന ആളുകളായി മാറുമ്പോൾ മാത്രമേ അങ്ങനെ ഗുരുക്കന്മാരാവുകയുള്ളൂ. അപ്പോൾ അതുപോലെ ഒരുപാട് ഗുരുക്കന്മാരുണ്ടാകും. പിന്നെ അവിടെ ഒരു ഗുരുക്കൾ എല്ലാവരെയും നിയന്ത്രിക്കുകയോ എല്ലാവർക്കും മേൽ അധികാരം ഉപയോഗിക്കുകയോ ചെയ്യില്ല. അതുകൊണ്ട് ഏത് പാഠത്തിലായാലും, ഏത് ടെക്സ്റ്റിലായാലും, ഏത് ആഖ്യാനത്തിലായാലും, ഏത് വ്യവഹാരത്തിലായാലും അതിൽ ഉള്ള അന്തബിന്ദുക്കളെ നമ്മൾ കണ്ടെത്തുകയും ആ അന്തബിന്ദുക്കളിൽ അന്തർലീനമായിട്ടുള്ള സാമൂഹ്യ വിരുദ്ധതയെ, മാനവവിരുദ്ധതയെ, ബഹുസ്വരതാ വിരുദ്ധതയെ, ജനാധിപത്യ വിരുദ്ധതയെ, സ്ത്രീ വിരുദ്ധതയെ, ദളിത് വിരുദ്ധതയെ, ഇതിനെയൊക്കെ തന്നെ അനാവരണം ചെയ്യുക എന്നുള്ളത്
ഒരു ജനാധിപത്യ സമൂഹത്തിൻ്റെ സൃഷ്ടിക്ക് അനിവാര്യമാണ്. അങ്ങനെ മാത്രമേ ഇനി അങ്ങോട്ട് ഇന്ത്യക്കും കേരളത്തിനും ഒരു ജനാധിപത്യ പൗരസമൂഹമായി വികസിക്കാൻ കഴിയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഞാൻ ഈ ഡെറിഡേൻ്റെ സിദ്ധാന്തമൊന്നും ഇപ്പോൾ ഇവിടെ പറയേണ്ട ആവശ്യമില്ല. പുസ്തകങ്ങൾ ഇപ്പം പലതും പണ്ടത്തെ പോലെയല്ല. ഞാൻ ഈ പറഞ്ഞ പോലെ PDF ആയിട്ടും ഒക്കെ ഇഷ്ടംപോലെ പുസ്തകങ്ങൾ കിട്ടാനുണ്ട്. ലളിതമായിട്ടുള്ള പാഠങ്ങൾ പോലും യൂട്യൂബിലൊക്കെ വരുന്നൊരു കാലമാണ്. അന്നത് എഴുതുന്ന കാലത്ത് ഈ 92, 93 96 മുമ്പാണ് ഈ മിക്കവാറും ഇത്തരം സാധനങ്ങൾ ഞാൻ എഴുതിയത്. അപ്പോൾ ആ കാലത്തൊക്കെ ഇതിൻ്റെ ആവശ്യം വേറെ രീതിയിലുള്ളതുപോലെ ഇന്ന് ആ സിദ്ധാന്തങ്ങളൊന്നും ആ രീതിയിൽ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ ഇന്നത്തെ കോണ്ടസ്റ്റിൽ, നമ്മുടെ സാഹചര്യത്തിൽ, നമ്മുടെ ഇന്ത്യയിൽ, നമ്മുടെ കേരളത്തിൽ ഇന്ത്യ ഇപ്പോൾ ജീവിക്കുമോ? ഇപ്പം കഴിഞ്ഞ ദിവസം അഘോരികൾ നമ്മുടെ നാട്ടിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. ഭാഗ്യവശാൽ GP രാമേന്ദ്രൻ പറഞ്ഞതുപോലെ ഷഡ്ഡി ഉടുത്തിട്ടുണ്ട്. ഉത്തരേന്ത്യയിൽ ഷഡ്ഡിയും ഉടുക്കാറില്ല. അടുത്ത വർഷം ഇവിടെ ഉടുക്കാൻ സാധ്യതയില്ല. ഷഡ്ഡി ഉടുത്തെങ്കിലും അതിലുള്ള ഫോട്ടോയിൽ വന്നിട്ടുള്ള ചില സംഗതികളൊക്കെ GP രാമേന്ദ്രൻ തെളിവ് സഹിതം എനിക്ക് അയച്ചു തന്നിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെ കേരളം ഇത്രമാത്രം പിന്മടക്കത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയെ തന്നെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ഹെജിമണിയെയാണ്. ഇന്ത്യയെ തന്നെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന, നമ്മുടെ വിദ്യാഭ്യാസത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന, വിദ്യാഭ്യാസ വ്യവസ്ഥയെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന. ഇപ്പോൾ 4 കൊല്ലത്തെ കോഴ്സായി മാറുമ്പോൾ, വിദ്യാഭ്യാസ ചർച്ചക്കായിരുന്നു ടീച്ചർ ആദ്യം എന്നെ വിളിച്ച്, 4 കൊല്ലത്തെ കോഴ്സാകുമ്പോൾ ആളുകൾ ഡ്രോപ്പ് ഔട്ട് ആവുകയാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഞാനിപ്പോൾ അടുത്ത് ബംഗാളിലെ ബിർസാമുണ്ട കോളേജിൽ പോയിരുന്നു. അവിടുത്തെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലെ ടീച്ചർ പറഞ്ഞത് 40% കുട്ടികൾ ഇപ്പോൾ കുറവാണെന്നാണ്. കാരണം കുട്ടികൾ 2 കൊല്ലം കഴിയുമ്പോൾ അറിയാം, 3 കൊല്ലം കഴിയുമ്പോൾ, 4 കൊല്ലം റിസർച്ച് യൂണിവേഴ്സിറ്റിയിൽ ഗവേഷണമൊക്കെ നടക്കേണ്ട യൂണിവേഴ്സിറ്റിയിൽ ഈ ഇത്തരം കോഴ്സുകളൊക്കെ നടത്തിയ യൂണിവേഴ്സിറ്റി പിന്നെ എന്തിനാ ആളുകൾ പോകുന്നു? അപ്പോൾ ഇതൊക്കെ വിദേശ യൂണിവേഴ്സിറ്റി വരുള്ളൂ നിൽക്കും, അവിടത്തേക്ക് പോകും. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയ അപകടാവസ്ഥയിലേക്ക് ഇന്ത്യയും കേരളവും ഒക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഭാവിയിൽ ഇതുപോലുള്ള സെമിനാറുകൾ നടത്താൻ പറ്റുമോ, ഇതുപോലെ ഒത്തുചേരാൻ പറ്റുമോ, സംവാദങ്ങൾ തന്നെ സാധ്യമാകുമോ എന്നൊക്കെ ഉള്ളത് വളരെ സംശയാസ്പദമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു ഭൗതിക സാഹചര്യത്തെ കാണാതെയും കേൾക്കാതെയും ഇരുന്നാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ ജീവിതം തന്നെ ആയിരിക്കും. അതുതന്നെ ആയിരിക്കണം നമ്മുടെ അവനിർമ്മാണങ്ങളുടെ മുഖ്യമായ ദൗത്യമെന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങളുടെ എല്ലാ വിമർശനങ്ങൾക്കും കാതോർക്കാൻ തൽക്കാലം ഇവിടെ വിരമിക്കുകയാണ്. നന്ദി. ഈ അപനിർമ്മാണത്തിൻ്റെ സിദ്ധാന്തങ്ങളൊക്കെ പരിചയപ്പെടുത്തുകയും അതിൽ ആഴത്തിൽ വർക്ക് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ള വേറൊരു സുഹൃത്തിനെ ഞാൻ ഇപ്പോൾ ഓർക്കുക. പോക്കർ മാഷ് ഇങ്ങനെ സംസാരിച്ച് തുടങ്ങിയപ്പോൾ പോക്കർ മാഷിൻ്റെയും സുഹൃത്തായ എൻ്റെയും സുഹൃത്തായ നേരത്തെ പരാമർശിച്ച ആ പുസ്തകത്തിനകത്ത് ഒരു പ്രധാനപ്പെട്ട ലേഖനം, ഫൂക്കോയെ പറ്റിയുള്ള ലേഖനമൊക്കെ എഴുതിയ B. ഉണ്ണികൃഷ്ണൻ്റെ അപനിർമ്മാണത്തെ സംബന്ധിച്ച ഒരു പുസ്തകം വരാൻ പോകുന്നുണ്ട് എന്ന് അദ്ദേഹം പ്രവചിച്ചിരുന്നു. ഇതുവരെ പൂർത്തീകരിച്ച് വന്നതായി കാണുന്നില്ല. പക്ഷേ അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കപ്പെട്ടു വന്നിരുന്നു. അങ്ങനെ പ്രസിദ്ധീകരിക്കപ്പെട്ട് വന്ന ഒരു ഭാഗം ട്രൂ കോപ്പിയിൽ വന്നൊരു ലേഖനം ഞാൻ ഓർക്കുന്നുണ്ട്. അതിൻ്റെ തലക്കെട്ട് അപനിർമ്മാണത്തിൻ്റെ നീർച്ചുഴിയിൽ എന്നായിരുന്നാണ് ഞാൻ ഓർക്കുന്നത്. അതിൻ്റെ കേന്ദ്ര ആശയം അതാണ്. നമ്മൾ അപനിർമ്മാണത്തിൻ്റെ നീർച്ചുഴിയിൽ പെട്ടിരിപ്പിക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത രീതിയിൽ ആ പ്രക്രിയയുടെ പാർട്ടായിട്ടാണ് ഇന്നത്തെ ദൈക്ഷണിക വൃത്തികൾ മുഴുവൻ നടക്കുന്നത്. ഇപ്പോൾ ഇവിടെ പരാമർശിച്ച ദളിതവാദമായാലും, അല്ലെങ്കിൽ ബ്ലാക്ക് എസ്തറ്റിക്സിൻ്റെ പാർട്ടായാലും, സ്ത്രീവാദത്തിൻ്റെ വീക്ഷണങ്ങളായാലും, ഡീകോളനൈസേഷൻ്റെ ചിന്തകളായാലും, ഇതൊക്കെ തന്നെ മുമ്പ് നിലനിന്നിരുന്ന ധാരണകളെ പൊളിച്ചു കളയുന്ന രീതിയിൽ അതിൻ്റെ എന്താ പറയുക, അത് സാധ്യമാക്കുന്ന ധാരണകളെ തന്നെ, അതിൻ്റെ സാധ്യമാക്കുന്ന ശരിതെറ്റുകളെ സംബന്ധിച്ച ധാരണകളോ അല്ലെങ്കിൽ പ്രാകൃതം സംസ്കാരം എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഇരട്ടകളെയും ഒക്കെ തന്നെ നിരാകരിക്കുന്ന രീതിയിൽ അതിനെ പ്രശ്നവൽക്കരിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിക്കുക. ഇപ്പം വേറൊന്നും വേണ്ട, ഇപ്പോൾ മലയാള വിഭാഗത്തിലെ വിദ്യാർത്ഥികളോ ഇംഗ്ലീഷ് വിഭാഗത്തിലെ വിദ്യാർത്ഥികളോ ഹിസ്റ്ററിയിലെ വിദ്യാർത്ഥികളോ, ഇപ്പം മിനിൽ പോളിൻ്റെയൊക്കെ സെഷൻ ഇവിടെ നടക്കാൻ പോകുന്നുണ്ട്. അവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ, ഇപ്പം ഹിസ്റ്ററിയുടെയൊക്കെ മേഖലയിൽ ചെയ്യുന്ന പ്രവൃത്തികൾ ഇതുവരെയുള്ള ഒരു ചരിത്രത്തിൻ്റെ ഒരു വീക്ഷണത്തെ തന്നെ അങ്ങോട്ട് അട്ടിമറിക്കുകയാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു സുഹൃത്ത്, ഞാൻ കഴിഞ്ഞ ദിവസം പട്ടാമ്പിയിൽ വേറൊരു സംസാരത്തിൻ്റെ ഭാഗമായിട്ടും പറയേണ്ടി വന്നിരുന്നു. ഒരു അജയ് ജോയ് മാത്യു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അയാളിപ്പോൾ UC കോളേജിലെ ഗവേഷകനാണ്. അദ്ദേഹം എഴുതിയ ഒരു ലേഖനം എന്ന് പറയുന്നത് കേരളത്തിലെ നിന്ന് അടിമകളെ വ്യാപാരം ചെയ്ത് ആഫ്രിക്കയിലേക്ക് കൊണ്ടുപോയിരുന്ന ഡച്ച് കാലഘട്ടത്തെ പറ്റിയൊരു ലേഖനമാണ്. ഞാനത് വായിച്ച് അതിൻ്റെ വിശദാംശങ്ങൾ കൂടി സഞ്ചരിച്ച്, ചെറിയ ലേഖനമാണ്. ആ ലേഖനത്തിൽ പറയുന്ന ഇതുപോലെ ചില താക്കോൽ വാക്കുകളോ അല്ലെങ്കിൽ നിർണായകമായ ചില പരാമർശങ്ങളോ ചില കൃതികളെ പറ്റിയുള്ള ചില സൂചനകളോ വെച്ച് ഇങ്ങനെ സെർച്ച് ചെയ്ത് അങ്ങനെ പോയ സമയത്ത് സത്യം പറഞ്ഞാൽ
ഒരു അതിഗംഭീരമായ കേരള ചരിത്രത്തിലെ ഒരു സവിശേഷമായ സന്ദർഭത്തിൽ നമ്മൾ ഇതുവരെ കേൾക്കാതെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ചരിത്രഘട്ടത്തിലുള്ള മുഴുവൻ മനുഷ്യൻ്റെയും അനുഭവങ്ങളെ അഡ്രസ്സ് ചെയ്യാതെ ഭക്തിപ്രസ്ഥാനം ഇവിടെ നടമാടിയിരുന്ന, അല്ലെങ്കിൽ രാമായണത്തോടുള്ള സംവാദം അല്ലെങ്കിൽ മഹാഭാരതത്തോടുള്ള സംവാദം മലയാള സാഹിത്യമായിട്ട് രൂപാന്തരപ്പെട്ട് വിവർത്തനമായിട്ടോ സംഗ്രഹമായിട്ടോ തുള്ളലായിട്ടോ ആട്ടക്കഥയായിട്ടോ സാഹിത്യത്തിൻ്റെ ഒരു കാനൻ സൃഷ്ടിക്കുന്ന ഒരു പീരീഡിൽ ഇവിടെ ഈ മലയോരങ്ങളിലൊക്കെ താമസിക്കുന്ന എത്രയോ മനുഷ്യന്മാർ കുരങ്ങന്മാരെ നമ്മൾ പിടിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ നായ്ക്കളെ പിടിക്കുന്നത് പോലെയോ പിടിച്ചു കൊണ്ടുപോയിട്ട് കരിങ്കുരങ്ങ് രസായനം ഉണ്ടാക്കാൻ വേണ്ടി കുരങ്ങനെ പിടിച്ചു കൊണ്ടുപോകുന്ന പോലെ പിടിച്ചു കൊണ്ടുപോയിട്ട് അവരെ വസ്തുക്കളായി വിറ്റ് ഒരു ചരക്കായി ഒരു പണത്തിൻ്റെ ഒരു കൈമാറ്റത്തിൻ്റെ അകത്ത് പണം കിട്ടുന്നൊരു വസ്തുവാക്കി മാറ്റി അതിനെ കൈമാറ്റം ചെയ്ത് ഇവിടുന്ന് കൊണ്ടുപോവുകയാണ്. എവിടേക്ക്? സിലോണിലേക്ക്, അല്ലെങ്കിൽ മലേഷ്യയിലേക്ക്, അതല്ലെങ്കിൽ പിന്നെ ആഫ്രിക്കയിലേക്ക്, അവിടെ നിന്നും കൊണ്ടുപോയി ആംസ്റ്റർഡാമിലേക്കൊക്കെ കൊണ്ടുപോകുന്ന വലിയ ധാരകളാണ്. അതിലിങ്ങനെ ശ്രദ്ധിച്ചിങ്ങനെ വായിച്ചു പോകുന്ന സമയത്ത് നമ്മളെ ചരിത്രമാകെ എന്നെ സംബന്ധിച്ചോളം അതുവരെ ധരിച്ചിരുന്ന ധാരണകളുള്ള ചരിത്രത്തിൻ്റെ നമുക്കറിയാവുന്ന ചരിത്രമുണ്ടല്ലോ, നമ്മുടെ രാജാക്കന്മാരുടെ ചരിത്രമായാലും നമ്മുടെ കാർഷിക വ്യവസ്ഥയുടെ ചരിത്രവും നമ്മുടെ തൊഴിലാളി ചരിത്രങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ സാഹിത്യ ചരിത്രങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ചരിത്രബോധത്തെ ആകെ കൂടിയിട്ട് പ്രശ്നത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തുന്ന രീതിയിലുള്ളൊരു വല്ലാത്തൊരു ദുർവൂഹ ലോകത്തേക്ക് സഞ്ചരിച്ച പോലെ എനിക്ക് ഫീൽ ചെയ്തത്. ഒരു നോവലായാൽ എങ്ങനെ ഉണ്ടാകുമെന്ന് പോലും ഞാൻ സങ്കല്പിച്ചു. അതിനകത്തൊരു കഥാപാത്രത്തെ ഇങ്ങനെ കൊണ്ടുപോകുന്നതും ആ കഥാപാത്രത്തിൻ്റെ സഞ്ചാരവും ഒന്നിലധികമോ കഥാപാത്രങ്ങളെ പിന്തുടർന്നാൽ ഉണ്ടായി വരാകുന്ന ഒരു സാഹിത്യകൃതിയെപ്പറ്റി പോലും വിഭാവനം ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നിപ്പോയി. ഞാൻ പറയുന്നത് സകല മേഖലകളിലും ഈ തരത്തിലുള്ള അഴിച്ചുപണിയലുകളിൽ കൂടി സഞ്ചരിക്കുന്ന ഒന്നായി ദൈഷ്ണിക വൃത്തി മാറിയിട്ടുണ്ട്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത് മുമ്പേ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിൻ്റെ കാര്യം അത് ആത്യന്തികമായി ഇന്നത്തെ രൂപത്തിലായിരുന്നു എന്ന അർത്ഥത്തിൽ, അല്ലെ എഴുത്ത് മുമ്പേ ഉണ്ടായിരുന്നു, എടക്കൽ ഗുഹയിൽ എഴുത്തുണ്ടായിരുന്നു പറയുന്നത് പോലെ തന്നെയാണ്. ആ എഴുതപ്പെടുന്ന സമയത്ത് ആ എഴുത്തിൻ്റെ പ്രക്രിയയിൽ കൂടി അതുവരെയുള്ള അറിവുകളെ അത് നീട്ടിവെക്കുന്നുണ്ട്, ഭാവിയിലേക്കുള്ള ബാക്കിയാക്കി വെക്കുന്നുണ്ട്. ആ രീതിയിലുള്ള എഴുത്തായാലും വാക്യപതികത്തിലെ എഴുത്തായാലും നമ്മുടെ ഭർതൃഹരിയുടെ സംഭാവനകളായാലും അതൊക്കെ ഇതിൻ്റെ ചില തുടക്കങ്ങളാണ്. അതിന് മുമ്പില്ലാത്ത ഒന്നിനെ അവർ നീട്ടിയുണ്ടാക്കുകയാണ്. ഭാഷയെ സംബന്ധിച്ച് മുമ്പില്ലാത്ത ഒരു ധാരണയെ പുതുക്കി ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് അതിനെ നമുക്ക് നിരാകരിക്കേണ്ടതാണെന്നല്ല ഞാൻ കാണുന്നത്. മറിച്ച് ഇതിൻ്റെ ഭൂതബാധ്യതകൾ നമ്മുടെ ഒരു ധൃതിയൻ ഡേമനെ ഉപയോഗിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്പെക്ടേഴ്സ് എന്ന രീതിയിൽ അതിൻ്റെ ഒരു ഭൂതമായിട്ട് അതൊക്കെ നിൽക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഏതൊരു പ്രയോഗത്തിൻ്റെയും ഭൂതമായ അതുണ്ട്. ലെവിസ്ട്രോസ് ഉണ്ട് ധൃതയിൽ, ഗാന്ധി ഉണ്ട് അംബേദ്കറിൽ. വാസ്തവത്തിൽ ഗാന്ധി തന്നെയും നമുക്കറിയാവുന്ന ഗാന്ധി തന്നെയും തുടങ്ങിയ ഗാന്ധിയല്ല ഒടുങ്ങിയ ഗാന്ധി. ഗാന്ധി നിരന്തരമായി സ്വയം പൊളിച്ചെഴുതിക്കൊണ്ടിരുന്ന ആളാണ്. അതിൻ്റെ മറുഭാഗത്ത് അദ്ദേഹത്തിന് പൂർത്തീകരിക്കാൻ പറ്റാത്ത പൊളിച്ചെഴുത്ത് നടത്തിയ ആളാണ് അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന് പറയുന്ന വിഖ്യാതമായ പ്രസംഗം നടത്തുന്ന അംബേദ്കർ എന്ന് പറയുന്നത്. അംബേദ്കർ ഞാൻ പലപ്പോഴും പറയേണ്ടി വരാറുണ്ട്, എന്താ പറയുക, ഇപ്പം ഗാന്ധി നടത്തിയ വലിയൊരു അപനിർമ്മാണ പ്രക്രിയയുടെ പേരെന്താണെന്നറിയോ? അദ്ദേഹത്തിൻ്റെ ആ വസ്ത്രം ഉരിഞ്ഞു മാറ്റില്ലാന്ന്. അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ മടങ്ങിയെത്തിയതിന് ശേഷം അദ്ദേഹം ഒരു സാധാരണക്കാരൻ്റെ ഒരു നോർത്ത് ഇന്ത്യയിലെ ഒരു സാധാരണക്കാരൻ്റെ വേഷത്തിലേക്ക് മാറി. അദ്ദേഹം കോട്ടിട്ട് നടക്കുകയും പിന്നെ സായിപ്പത്യമാരുടെ ഒപ്പം ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നൃത്തം പഠിക്കാൻ പോവുകയും ചെയ്ത വിദ്വാനാണ്. ചെറിയ ആളൊന്നുമല്ല. അതായത് യൂറോപ്യൻ പരിഷ്കാരത്തിൻ്റെ പിന്നെ പാശ്ചാത്യ അധിനിവേശ യുക്തികളുടെ ഒക്കെ ലോകത്തോട് സഞ്ചരിച്ച ആളാണ്. അദ്ദേഹം ലോ പഠിച്ചത് ലണ്ടനിൽ പോയിട്ടാണ്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാ ലോകത്തു കൂടിയും കടന്നു വന്നതിന് ശേഷം ഉണ്ടായ ആഫ്രിക്കൻ അനുഭവങ്ങളുടെ ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹത്തെ തന്നെ എന്താ പറയുക സ്വയം പൊളിച്ചെഴുതേണ്ടി വരുന്നത്, അവനിർമ്മിക്കേണ്ടി വരുന്നത്. വയലൻസ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഏറ്റവും പ്രോഗ്രസീവ് എന്നൊക്കെ വിചാരിക്കുന്ന ആധുനികമെന്ന് പറയുന്ന സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മളെ വഴികാട്ടി മുന്നോട്ട് നയിച്ചു എന്ന് പറയുന്ന അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻസ് അവിടെ ചൂണ്ടിക്കാണിക്കുകയാണ് മാർക്സ് ചെയ്യുന്നത്. ഈ പറയുന്ന പിന്നെ ബൂർഷ്വാ ജനാധിപത്യത്തിൻ്റെ തുടർച്ചകളെ പറ്റിയാണ് അദ്ദേഹം സങ്കല്പിക്കുന്നത്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിന്നിരുന്ന ഐഡിയോളജി എന്ന് പറയുന്നത് ജർമ്മൻ ആശയാവലി എന്ന് പറയുന്നത്, ആ ആശയാവലികളുടെ ലോകമെന്ന് പറയുന്നത് അതിനകത്ത് ഹിംസ ഒളിച്ചിരിപ്പുണ്ട്. അതിൽ ജനാധിപത്യത്തെ ഹിംസിക്കുന്ന കാര്യങ്ങളുണ്ട്. അത് പ്രത്യയശാസ്ത്രമാണ്. അത് ലോകവീക്ഷണത്തെ നമ്മൾ കാണുന്ന കാഴ്ചകളെ ഒരു പ്രത്യേക രീതിയിൽ ഹെജിമണിക്കാർ രീതിയിൽ സെറ്റ് ചെയ്ത് അതിനകത്ത് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഇതിലൊരു സംവിധാനത്തിൻ്റെ പേരാണത്. അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടുണ്ടല്ലോ. മലയാള ഭാഷ ആ രീതിയിൽ നമ്മളെ ഒരു സവിശേഷമായ രീതിയിൽ മാത്രം ചിന്തിക്കാനും ഗ്രഹിക്കാനും സൗന്ദര്യാനുഭൂതികളുടെ ലോകത്തോട് സഞ്ചരിക്കാനും നിർബന്ധിക്കുന്ന ഒരു സിസ്റ്റമാണ് വാസ്തവത്തിൽ. അപനിർമ്മിക്കപ്പെടേണ്ട ഭാഷയാണ് മലയാളം എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. ഈ ഭാഷയുടെ പാരമ്പര്യത്തെ അതേപടി പിന്തുടർന്നുകൊണ്ട്, അതിൻ്റെ ചിന്താശീലങ്ങളെ പിന്തുടർന്നുകൊണ്ട്, അതിൻ്റെ ധാരണകളെ പിന്തുടർന്നുകൊണ്ട്, അതിൻ്റെ ടെർമിനോളജി ഉപയോഗിച്ചുകൊണ്ട്, അതിലെ ഭക്തിയെപ്പറ്റിയും സൗന്ദര്യത്തെപ്പറ്റിയും ഉള്ള ധാരണകൾ സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു കാലത്തും വിമോചിതമായ ഒരു മനുഷ്യനായി മാറാൻ വേണ്ടി സാധിക്കില്ല. അത്രത്തോളം പിന്തിരിപ്പനായ അംശങ്ങൾ കൊണ്ട് നിറഞ്ഞു കിടക്കുന്ന ഒരു സിസ്റ്റത്തിൻ്റെ പേരാണ് മലയാളം എന്നുള്ളത്. ഈ ഭാഷയുടെ ചരിത്രത്തെ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള സാഹിത്യത്തിൻ്റെയൊക്കെ മേഖലയിലുള്ള പിന്നെ അവഗണിക്കപ്പെട്ടു പോയ, പറയപ്പെടാതെ പോയ ജീവിതങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് അവയെയും കൂടി ഒരു പക്ഷേ സാഹിത്യമാക്കി രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്കൊരു പക്ഷേ ഈ അവനിർമ്മാണ പ്രക്രിയ പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയും.
അപ്പോൾ ഞാൻ നേരത്തെ ഗാന്ധിയുടെ കാര്യം പറഞ്ഞു. ഗാന്ധി വസ്ത്രം പിന്നെ മാറ്റി ഉടുത്തുകൊണ്ടൊരു സാധാരണക്കാരൻ്റെ വേഷത്തിലേക്ക് മാറിക്കൊണ്ടാണ്. ഗാന്ധി അങ്ങനെ കുറേ നാടകങ്ങൾ പിന്നെ അനുഷ്ഠിച്ചൊരു കക്ഷിയാണ്. അദ്ദേഹം സാഹിബിനോടൊക്കെ വലിയ ഇവിടുന്ന് ലണ്ടനിൽ നിന്ന് വന്നിരിക്കുന്ന അവരുടെ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന, ആശ്രമത്തിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം എഴുന്നേറ്റ് പോകും. എഴുന്നേറ്റ് പോയിട്ട് പിന്നെ ഒരു കൂസലും ഇല്ലാണ്ട് എഴുന്നേറ്റ് പോയിട്ട് ആ മനുഷ്യൻ ചെയ്യുന്ന പണി ചില പുറത്ത് പോയിട്ട് ആടിന് തീറ്റി കൊടുക്കുകയാണ്. വലിയ ചർച്ച നടക്കുകയാണ്. ആ പ്രവൃത്തിയിൽ പോലും നിങ്ങൾക്ക് ഒരു പൊളിച്ചു കളയിൽ വേണമെങ്കിൽ കാണാം. അത് ആ സിസ്റ്റത്തിൻ്റെ അകത്ത് സാമാന്യഗതിയിൽ അനുവദിക്കാത്ത ഒന്ന് അദ്ദേഹം ക്രിയേറ്റ് ചെയ്യുകയാണ്. ആ ഒറ്റ പ്രക്രിയ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഓറയുണ്ടല്ലോ, ഒരു ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇരിക്കുന്ന അതിൻ്റെ ഒരു സവിശേഷമായ സായിപ്പന്മാരിരിക്കുന്ന ആ ഒരു സാധനത്തിൻ്റെ സംവിധാനത്തെ ഉടച്ച് തകർത്ത് കളയുന്നുണ്ട്, അതിനെ ഡിസ്മാൻഡിൽ ചെയ്യുന്നുണ്ട്. എന്നിട്ട് തിരിച്ചു വന്നിട്ട് എൻ്റെ ബാക്കി കാര്യം സംസാരിക്കും. ആ രീതിയിൽ അതെൻ്റെ നിത്യനിദാന ജീവിതത്തെക്കാൾ പ്രധാനപ്പെട്ട ഒന്ന് എന്ന രീതിയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒന്നിൽ നിൽക്കാൻ വേണ്ടി അദ്ദേഹം വില്ലിങ് ആയില്ല. അതുപോലെ തന്നെ ഹിന്ദു സ്വരാജ് എന്ന് പറയുന്ന കൃതി എന്ന് പറയുന്നത് ഈ പറയുന്ന ആധുനികതയെ സംബന്ധിച്ച ഇന്ത്യയിലുണ്ടായ അല്ലെങ്കിൽ ഒരുപക്ഷെ യൂറോപ്പിന് പുറത്തുണ്ടായ ആദ്യത്തെ വിമർശനമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഹിന്ദു സ്വരാജ് എന്ന് പറയുന്നത് അതിനകത്തുള്ള വാദങ്ങളെയും അതിൻ്റെ പിന്നെ യുക്തികളെയൊക്കെ നമുക്ക് ചോദ്യം ചെയ്യേണ്ടി വരും കേട്ടോ. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ എം എൻ റോയിയെ പോലുള്ള ആളുകൾ അതിൻ്റെ എന്താ പറയുക പിന്നെ അതിൻ്റെ അപക്വതയെ സംബന്ധിച്ച്, അതിൻ്റെ പരിമിതിയെ പറ്റി, അതിൻ്റെ ലിമിറ്റേഷൻസിനെ പറ്റി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കാരണം ട്രെയിനുകളിൽ സഞ്ചരിച്ചിരുന്ന ഗാന്ധി ഇന്ത്യ മുഴുവൻ ചുറ്റിക്കണ്ടത് ഗാന്ധിക്ക് ഈ ട്രെയിൻ സംവിധാനം ഉണ്ടായതുകൊണ്ടാണ്. അത് നമ്മുടെ കൊളോണിയൽ സംഭാവനയാണ്. വാസ്തവത്തിൽ സംഭാവന എന്നുള്ള വാക്കിന് ഇൻവെർട്ടർ കോമിറ്റിട്ടുണ്ടായിരുന്നു. ആ സംഭാവനക്കുള്ള സാധനങ്ങൾ അത് കേവലമായൊരു സംഭാവനയല്ല. അതിൻ്റെ ചരിത്രം പഠിച്ചാൽ ഈ ട്രെയിൻ ഉണ്ടാക്കിയത് നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഇന്നത്തെ യാത്രാ സൗകര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയല്ല. അത് നിലമ്പൂർ കാടുകളിൽ നിന്ന് മരം കൊണ്ടുപോകാനാണ് നിലമ്പൂരേക്ക് റെയിൽവേ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ കേരളത്തിൻ്റെ അനവധിയായ അല്ലെങ്കിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളെ കൂട്ടിച്ചേർത്തിരിക്കുന്നത് അവർക്ക് ചരക്കുകൾ കയറ്റി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്, ഒരു ചൂഷണത്തിൻ്റെ ഉപാധിയായിട്ടാണ്. അതിനെ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് ഗാന്ധി അതേ ട്രെയിനുകളിൽ സഞ്ചരിച്ചുകൊണ്ട് തന്നെ, അതേ റെയിൽപാളങ്ങൾ കൂടി സഞ്ചരിച്ചുകൊണ്ട് ആ ഗാന്ധി എന്തു ചെയ്യും? ഈ പറയുന്ന ട്രെയിൻ ഉൾപ്പെടെയുള്ള ആധുനികതയുടെ സംഭാവനകൾ, അലോപ്പതി ചികിത്സ സ്വീകരിച്ചുകൊണ്ട് തന്നെയായിരിക്കും ഒരു പക്ഷേ അലോപ്പതി എന്ന് പറയുന്ന ചികിത്സാ സമ്പ്രദായത്തിൽ ഇൻഹറൻ്റായിട്ടുള്ള ലീനമായിട്ടുള്ള ഹിംസാത്മകതയെ തിരിച്ചറിയുകയും അതിനെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. ആ തരത്തിൽ താൻ ജീവിക്കുന്ന സന്ദർഭത്തിൽ ഏറ്റവും മുമ്പിൽ നടന്ന് ചിന്തിക്കാൻ അദ്ദേഹത്തിന് ആ രീതിയിൽ ചിന്തയുടെ മുമ്പിൽ നിൽക്കുന്നതിനെയാണ് ഞാൻ വാസ്തവത്തിൽ ആ ചിന്താപരമായി മുന്നിൽ നിൽക്കുന്ന എല്ലാ പ്രക്രിയയും വാസ്തവത്തിൽ അതിന് മുമ്പുള്ള ലോകത്തെ അപനിർമ്മിക്കുന്നുണ്ട്. ഇപ്പോൾ കവിതയുടെ കാര്യത്തിലെടുത്താൽ, ഇപ്പോൾ കുമാരനാശാൻ്റെ ഒരൊറ്റ കവിത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചണ്ടാലഭിക്ഷി എന്ന് പറയുന്ന കവിത, അത് ഈ ഭാഷയെ സംബന്ധിച്ചുള്ള ഒരു അപനിർമ്മാണ പ്രക്രിയയുടെ പ്രധാനപ്പെട്ട ഇടപെടലാണത്. കരുണയായാലും ചണ്ടാലഭിക്ഷയായാലും ഒക്കെ ചെയ്ത് നിർവഹിക്കുന്ന ഒരു അപനിർമ്മാണമുണ്ട്. അത് തന്നെ ക്രിയേറ്റീവ് വർക്ക് തന്നെ അപനിർമ്മാണമായി തീരുകയാണ്. ഒരു പോയട്രിയായി നമ്മളതിനെ വായിക്കുന്നു. അതിന് തത്വചിന്തയുടെ ഒരു രൂപമായിട്ട് വേണമെങ്കിൽ പോലും ആലോചിക്കാവുന്ന രീതിയിൽ ഉള്ള എത്രയോ സന്ദർഭങ്ങൾ കൂടി അത് കടന്നു പോകുന്നുണ്ട്. ഒരു പ്യുവർ ഫിലോസഫി ആയിരിക്കും, യൂറോപ്യൻ ഇതിൽ പറയുന്ന ഫിലോസഫിയുടെ മാനദണ്ഡങ്ങൾ പാലിക്കുന്നൊന്നല്ല. പക്ഷേ ഇതിലൊരു ചിന്താപരമായ ഒരു സഞ്ചാരമുണ്ട്. ആ സഞ്ചാരത്തെ അഡ്രസ്സ് ചെയ്യുകയും ആ സഞ്ചാരത്തിൽ കൂടി അത് സാക്ഷാത്കരിക്കുന്ന പുതിയ ഒരു ലോകബോധത്തെ, അല്ലേ, ഈവൻ എന്താ പറയുക, പിന്നെ നമ്മുടെ ചണ്ടാലഭിക്ഷയിൽ ഞാൻ എപ്പോഴും ഉദ്ധരിക്കാറുള്ള, ഒരിക്കൽ ലേഖനം എഴുതിയിട്ട് തന്നെയുള്ള ഒരു പാർട്ടുണ്ട്. പുണ്യശാലിനി നീ പകർന്നീടിമി തണ്ണീർ തന്നെ തുള്ളികൾ ഓരോന്നും മന്ദമറ്റ സുഹൃതഹാരങ്ങൾ നിന്നെ അന്തരാത്മാവിൽ അർപ്പിക്കുന്നുണ്ടാം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ച് എന്തെല്ലാം പരിണാമങ്ങളാണ് സംഭവിക്കുന്നത് ആലോചിച്ച് നോക്കുക. അതുവരെ ഒരു സ്ത്രീ എന്ന് പറയുന്ന സംഗതിയാണ്, സാധനമാണ്. അതാണ് പുണ്യശാലിനിയായിട്ടും ആത്മാവുള്ള നിന്നെ അന്തരാത്മാവിൽ എന്നാണ് പറയുന്നത്. അങ്ങനെ ആത്മാവുള്ള ഒരു കഥാപാത്രമായിട്ട് ഈ പറയുന്ന അസ്തിത്വത്തെ, അതിനെ ആദരിച്ചുകൊണ്ട് ഒരു കവിതയിൽ കടന്നു വരിക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാ വരുന്നു ഈ ഒരു പുതിയ മൂല്യലോകമെന്ന് കാണിച്ചു തരികയാണ്. അതുവരേക്ക് സാധ്യമല്ലാത്ത ഒരു സ്ഥലത്തേക്ക് ആകർഷിച്ച് കൊണ്ടുവരികയാണ് എന്ന് ശരിക്കും വാസ്തവത്തിൽ പറഞ്ഞില്ല. അതുവരെയുള്ള മലയാളമല്ല ആ പുതിയ മലയാളം. ഈ രീതിയിൽ കവികൾ ഭാഷയെ പുനർനിർമ്മിക്കുന്നുണ്ട്. അങ്ങനെ പുനർനിർമ്മിക്കുന്ന കവികളെയാണ് ചരിത്രത്തിൽ എന്താ പറയുക വീണ്ടും വീണ്ടും വായിക്കുകയും ക്ലാസിക്കുകളായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. അത്തരം സിദ്ധികൾ ഇപ്പം ഈ നമ്മളിപ്പോൾ പറയില്ല, നമ്മുടെ ഈ അവനിർമ്മാണ പ്രക്രിയയുടെയൊക്കെ ഭാഗമായിട്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു. മറ്റേ ഈ ഗാന്ധി ഈ പറയുന്ന നമ്മുടെ ഗീതയ്ക്ക് വ്യാഖ്യാനം ചമച്ചു. ഗീതാ വ്യാഖ്യാനത്തിലൂടെ അദ്ദേഹം ചെയ്യുന്ന അതിൻ്റെ കേന്ദ്രബിന്ദു എന്ന് പറയുന്ന, അതിൻ്റെ സെൻട്രൽ പോയിൻ്റ് എന്ന് പറയുന്ന ഹിംസ, വയലൻസ്, ആ ഹിംസയെ ഉദ്ബോധിപ്പിക്കുന്ന ഒരു ടെക്സ്റ്റായിട്ടാണ് നമ്മൾ ഗീത വായിക്കുക. ഗീതയുടെ ഏറ്റവും സമ്മറൈസ് ചെയ്ത രൂപം പോലും വായിച്ചാൽ നമുക്ക് കിട്ടുന്ന ആശയം എന്ന് പറയുന്നത് ഒരു സംശയവുമില്ല, പോയി അടിച്ചോന്നാ, പോയി ഹിംസിച്ചോന്നാണ്. ഇതൊക്കെ നിൻ്റെ ധർമ്മത്തിൻ്റെ പാർട്ടാണ്, നിനക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന കർമ്മമാണ് നീ ചെയ്യുന്നത്. അതിൻ്റെ പേരിൽ കുറ്റബോധങ്ങൾ അച്ഛനെന്നോ അമ്മയെന്നോ ബന്ധുവെന്നോ ഗുരുവെന്നോ എന്നുള്ള സങ്കല്പത്തിനൊന്നും ഒരു പ്രസക്തിയില്ല, പോയി കർമ്മം ചെയ്തോളാണ് പറയുന്നത്. കർമ്മം എന്നുള്ള വാക്കിനൊക്കെ അവിടെ സവിശേഷമായ അർത്ഥം. കർമ്മം എന്ന വാക്ക് പോലും അപനിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് ഗാന്ധിയിൽ. കർമ്മം എന്ന വാക്ക്, അതുപോലെ സ്വാതന്ത്ര്യം എന്ന വാക്ക്, ആ രീതിയിലുള്ള ഓരോ വാക്കുകളെയും ടേംസിനെയും പോലും അപനിർമ്മിച്ചുകൊണ്ടേ സഞ്ചരിക്കാൻ വേണ്ടി പറ്റൂ. അങ്ങനെ ഹിംസിച്ചോളാൻ പറയുന്ന ഒരു പാഠത്തെയാണ് അദ്ദേഹം അതിസൂക്ഷ്മ വായന, അല്ലേ, ക്ലോസ് റീഡിംഗ് അല്ലേ അപനിർമ്മാണത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പണി.
അതിസൂക്ഷ്മമായി വായിച്ചുകൊണ്ട് അതിൻ്റെ ഓരോ മർമ്മബിന്ദുക്കളിലും തൊട്ട് വായിച്ചുകൊണ്ട് ഒരുപക്ഷെ മഹാഭാരതത്തിൻ്റെ പൂർണ്ണമായ രൂപത്തിലുള്ള വായനയും കൂടി ഉപയോഗിച്ചുകൊണ്ടായിരിക്കാം അദ്ദേഹം അട്ടിമറിച്ചിട്ട് ഞങ്ങൾ നല്ലൊരു തമാശയ്ക്ക് പറയുന്നൊരു കാര്യമാണ്. എന്താ പറയുക, ഈ പുലി വന്നാൽ പിടിക്കാനുള്ളൊരു എളുപ്പവിദ്യ, അതിനകത്ത് കീഴ്പ്പെടുത്താനുള്ള പണി എന്ന് പറയുന്നതിൽ നേരെ കൈ നീട്ടി പിടിക്കുക. വാ വിളിച്ച് വരുന്ന സമയത്ത് അണ്ണാക്ക് കൂടി കൈയിട്ടിട്ട് കുടലിനങ്ങം പിടിച്ച് വലിച്ചു കളയുക. അപ്പോൾ അത് തിരിച്ച് അത് പിന്നെ എന്താ അകമ്പുറം മറിഞ്ഞിട്ട് അവിടെ വീണ് പോകുന്നു. ആ രീതിയിൽ ഈ ടെക്സ്റ്റിൻ്റെ സെൻറ്ററിൽ കൂടി സഞ്ചരിച്ചിട്ട് ഒരു അഹിംസാ പാഠത്തെ ക്രിയേറ്റ് ചെയ്തിട്ട് പുറത്തിട്ട് കാണിക്കുന്ന വിദ്യയാണ് അദ്ദേഹം കാണിച്ചത്. അതല്ലാണ്ട് മറ്റെന്താണ് അപനിർമ്മാണം? ആ തരത്തിൽ ഈ പറയുന്ന ഹെജിമോണിക്കായ ആശയങ്ങളുടെ മർമ്മങ്ങളിൽ, അതിൻ്റെ ഹിഡനായ അജണ്ടകളിൽ അവയെ പോയി സ്പർശിക്കുകയും മലർത്തിയടിക്കുകയും ചെയ്യുന്ന പണി തന്നെയാണ്. അതുവഴിക്ക് കൂടുതൽ മൂല്യവത്തായ, കൂടുതൽ ജനാധിപത്യപരമായ, കൂടുതൽ ജീവിതോപയമായിട്ടുള്ള ഒരു സിസ്റ്റത്തിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്ന പണിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളുടെ പണിയാണ് നമ്മൾ സർഗാത്മകം എന്ന് വിശേഷിപ്പിക്കുന്നത്. ആ പണിയിൽ ഗാന്ധി ഏർപ്പെട്ടിരുന്നു, ആ പണിയിൽ ഏർപ്പെട്ടിരുന്നു അംബേദ്കർ. അതുകൊണ്ടാണ് അംബേദ്കർ മനുസ്മൃതിയാണ് മാറ്റിവെക്കുന്നത്. നമ്മുടെ ധർമ്മശാസനങ്ങളുടെ സംക്ഷിപ്തമാണ് ഈ പറയുന്ന മനുസ്മൃതി എന്ന് പറയുന്നത്. മനുസ്മൃതിക്കുള്ള വലിയ ആരാധകൻ്റെ ലോകത്തു നിന്നാണ് നമ്മുടെ ദർദിയൻ ചിന്തയൊക്കെ വരുന്നത്. അവിടുത്തെ നീഷ ഏറ്റവും കൂടുതൽ ആരാധനയോട് കണ്ടിരുന്ന ടെക്സ്റ്റാണ് ഈ ഇന്ത്യയിലെ മനുസ്മൃതി എന്ന് പറയുന്നത്. വലിയ ആദരവോടുകൂടി അതിനെപ്പറ്റി പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. ആ പറയുന്ന മനുസ്മൃതി എന്ന് പറയുന്ന ധർമ്മശാസ്ത്ര കൃതിയെ, അതും ധർമ്മശാസ്ത്രമാണ്. അവിടെയുള്ള ധർമ്മം എന്നുള്ളതിൻ്റെ, നേരത്തെ കർമ്മം എന്ന് പറഞ്ഞ പോലെ തന്നെ ധർമ്മം എന്നുള്ളതിൻ്റെ അവിടെയുള്ള മീനിങ് എന്താണെന്ന് ചോദിച്ചാൽ സനാതന ധർമ്മം എന്നാണ്, അതിജാത്യധിഷ്ഠിത ധർമ്മം എന്നാണ്. ആ ധർമ്മലോകത്തെ ആചരിക്കുന്ന മനുസ്മൃതിയെ പകരം വെച്ചാളല്ലേ ഈ അംബേദ്കർ. ആ പകരം ഉണ്ടാക്കിയ ഭരണഘടന എന്ന് പറയുന്ന ടെക്സ്റ്റ് തിരിച്ചു വെക്കുന്ന സമയത്ത് തന്നെ നടക്കുന്ന ചരിത്രപരമായ ഒരു അപനിർമ്മാണ പ്രക്രിയയുണ്ട്. അത്തരം അപനിർമ്മാണ പ്രക്രിയയുടെ തുടർച്ചകളെ എന്ന് വൈജ്ഞാനിക ആലോചന നടക്കുന്നു ആ സമയം തുടങ്ങി ഉണ്ടായിരുന്നു എന്ന അർത്ഥത്തിലാണ് ഞാൻ പറയുന്നത് ഇത് വളരെ 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 ചരിത്രമുള്ള ഒരു പ്രക്രിയയാണ് എന്ന്. ആ പ്രക്രിയയുടെ പാർട്ടായിരിക്കുക ആധുനിക കാലത്ത് സ്വാഭാവികമായിട്ടും അതിന് തിയറി രൂപപ്പെട്ടു. തിയറിയുടെ ഇമ്പോർട്ടൻസിന് ഞാൻ ഒട്ടും കുറച്ച് കാണുന്നില്ല. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, തിയറി വരുന്നത് വസ്തുതകളിൽ നിന്നാണ്. ഗ്രീക്ക് നാടകങ്ങൾ എന്ന് പറയുന്ന വസ്തുതകളിൽ നിന്നാണ്. ആ വസ്തുവിനെ സമ്മറൈസ് നടത്താൻ ഈ പറയുന്ന ഒരു അരിസ്റ്റോട്ടലിൻ്റെ ഒരു സിദ്ധാന്തം ജനിക്കുന്നത്. സിദ്ധാന്തം മുമ്പേ ഉണ്ട് വാസ്തവത്തിൽ. നമ്മുടെ ഒരു ചെറിയൊരു പ്രശ്നമുള്ളതെന്ന് പറയുന്നത്, നമ്മൾ സിദ്ധാന്തം എന്ന് പറയുന്നത് ഉന്നയിക്കുന്ന ആളുകളിൽ നിന്ന് തുടങ്ങുന്നതാണ് എന്ന് ധരിക്കുന്നു എന്നുള്ളതാണ്. വാസ്തവത്തിൽ അതാത് മേഖലകളിൽ നിൽക്കുന്ന ആവിഷ്കാരങ്ങളിനകത്ത് നിലീനമായിരിക്കുന്ന സിദ്ധാന്തത്തെ പിടികൂടാനും അതിൻ്റെ സൂക്ഷ്മാംശങ്ങളെ സമ്മറൈസ് ചെയ്യാനും നമ്മൾ മെനക്കെടുന്നതിന് പകരം നമ്മൾ ഈ പറയുന്ന പുറത്തുനിന്ന് ലഭ്യമാകുന്ന സിദ്ധാന്തത്തെ സ്വീകരിച്ച് അവിടെ തുടങ്ങിയതാണെന്ന് ധരിക്കുന്നതാണ്. അത്തരമൊരു ധാരണ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ പറഞ്ഞത് ഇത് മുമ്പേ ഉണ്ട് എന്ന്. അതിൻ്റെയൊക്കെ വികാസം സംഭവിക്കുന്നുണ്ടാവാം. ഇപ്പം പിന്നെ ഹെഗലിയൻ ചിന്തയില്ലാതെ പിന്നെ മാർക്സ് ഉണ്ടാവില്ലല്ലോ. ഹെഗലിയൻ ചിന്തയില്ലാത്ത, ഈ ആശയവാദ ചിന്തകളില്ലാത്ത ഒരു ഭാഷയായിരുന്നു ജർമ്മൻ ഭാഷയെങ്കിൽ, തത്വചിന്തയുടെ വലിയ പാരമ്പര്യമില്ലാത്തൊരു ഭാഷയായിരുന്നു ജർമ്മൻ ഭാഷയെങ്കിൽ ആ ഭാഷയിൽ ഒരു മാർക്സ് ജനിക്കില്ല. ആ ഭാഷയും കൂടിയാണ് അതിനെ ജനിപ്പിക്കുന്നത് വാസ്തവത്തിൽ. ആ ഭാഷാ ലോകത്തുള്ള ആശയാവലികളുടെ ചരിത്രത്തിൽ അവയോ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഡയലോഗുകൾ വഴിക്കാണ് അത് ഇവോൾവ് ചെയ്യുന്നത്. അല്ലാണ്ട് ഒരു ശൂന്യതയിൽ നിന്ന് ഒരു ദിവസം ഒരു മാർക്സ് ജനിച്ചു വരുന്നതല്ല. ഒരു ചിന്തകൻ ജനിച്ചു വരുന്നത് തുടർച്ചയായിട്ടുള്ള ചിന്താപാരമ്പര്യത്തിൻ്റെ ഒരു തുടർച്ചയായിട്ട് മാത്രം സാധ്യമാവുന്നതാണ്. ഇന്ത്യയിൽ അത്തരം ചിന്താപാരമ്പര്യങ്ങളുടെ വലിയൊരു സമ്പത്തുണ്ടായിരുന്നത് ഈ സനാതനധർമ്മം പ്രചരിപ്പിച്ചിരുന്ന ഒരു ലോകത്താണ്. അതിൻ്റെ ഭാഗമായി തന്നെയായിരുന്നു ഗാന്ധി, സംശയമൊന്നുമില്ല. അവിടെ നിന്ന് സ്വയം പൊളിച്ച് പുറത്തു വരുന്ന ഒരു പ്രക്രിയയെ നമുക്ക് കാണാം. ആ പ്രക്രിയയിൽ ഗാന്ധിയിൽ കാണുന്ന പോലെ അവസാനം അധികാരത്തെ ഏറ്റവും നികൃഷ്ടമായ ഒരു അംശമാണ്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നികൃഷ്ടമായ ഒരു മനോവികാരമാണ് അധികാരരതി എന്ന തിരിച്ചറിവോടുകൂടി നടന്നു പോകുന്ന ഒരു ഗാന്ധിയെ വരെ നമുക്കിന്നൊരു നാടകത്തിലെങ്കിലും അല്ലെങ്കിൽ ഒരു കവിതയിലെങ്കിലും വായിച്ചെടുക്കാവുന്ന രീതിയിൽ ഗാന്ധി രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. ആ ഗാന്ധിയിലും ഞാൻ അംബേദ്കറിനെയും, ഇപ്പം മാഷ് പരാമർശിച്ച അംബേദ്കർ ആയാലും ഗാന്ധി ആയാലും ഒക്കെ ഇതൊക്കെ വളരെ കോംപ്ലിമെൻ്ററി ആയിട്ട് ഒരു ചരിത്രധർമ്മത്തെ മുന്നോട്ട് കൊണ്ടുപോയ ആശയങ്ങളുടെ നിരന്തര കൈമാറ്റവും അതിൻ്റെ വികാസവും പ്രക്രിയയാണെന്ന്. അത്തരത്തിലുള്ളൊരു വികാസത്തിൻ്റെ അകത്ത് നമ്മുടെ ബോധഘടന എന്ന് പറയുന്നത് കൂടുതൽ ജനാധിപത്യവൽക്കരിക്കപ്പെടുന്ന ഒരു പ്രക്രിയയിൽ കൂടി സഞ്ചരിക്കാതെ നിർവാഹമില്ല. ആ നീർച്ചുഴിയിലാണ് നമ്മുടെ ദൈഷ്ണികർ പെട്ടുപോകുന്നത്. അതേസമയം ഇതിൻ്റെ ഒരു പിന്നെ പോക്കർമാഷ് നിരന്തരം ആവർത്തിച്ചൊരു കാര്യം, ഒരു അപകടം എന്ന് പറയുന്നില്ലേ, ഈ അപകടത്തിലേക്ക് ഈ ദൈഷ്ണിക സഞ്ചാരം എല്ലാം ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഈ അപകടം സംഭവിക്കുന്നു എന്നുള്ളത് ആലോചനാ വിഷയമാക്കണം വിദ്യാർത്ഥികൾ. അതിൻ്റെ കാരണം ഇതിന് പകരം ഇതൊക്കെ ഒരു നമ്മൾ വിചാരിക്കുന്ന മറ്റ് ചില ചിന്താപദ്ധതികളുടെ ഇരട്ടകളിലേക്ക് കാര്യങ്ങളെ ന്യൂനീകരിക്കാൻ വേണ്ടിയുള്ള വാതിൽ മാത്രമായി അപനിർമ്മാണത്തെ കണ്ടാൽ അത് പുതിയ ഒരു കാലിലെ മന്ത് പോയിട്ട് പുതിയ മറ്റേ കാലിലെ മന്തായി സ്വീകരിക്കുന്നതിന് അപ്പുറത്തേക്ക് യാതൊന്നും ഉണ്ടാവില്ല. മറിച്ച് അതിൻ്റെ ആ പ്രക്രിയയെ ആ മട്ടിൽ തന്നെ മനസ്സിലാക്കി അത് അഴിച്ച്
അഴിച്ചെത്തുന്ന സ്ഥലത്ത് നിന്ന് വീണ്ടും അതുകൊണ്ടല്ലേ ഈ സ്ത്രീവാദത്തിലൊക്കെ ശ്രദ്ധിച്ചാൽ കാണാം. സ്ത്രീവാദത്തിൻ്റെ തുടക്കത്തിൽ ഒരു സ്ത്രീവാദമേ ഉള്ളൂ. 30 കൊല്ലം മുമ്പ് സ്ത്രീവാദം എന്ന് പറഞ്ഞ ഒറ്റ ടൈമിൽ ഒതുക്കാവുന്ന ഒരു സംഗതിയായിരുന്നു. ഇന്ന് സ്ത്രീവാദത്തിൻ്റെ അകത്ത് എത്ര അവാന്തര വിഭാഗങ്ങൾ വന്നു എന്ന് ആലോചിക്കുക. ആ വിഭാഗങ്ങളൊക്കെ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആലോചനയിൽ വീണ്ടും തിരിച്ചറിയുകയാണ്. നിങ്ങൾ കണ്ട ഈ ജനാധിപത്യം എന്ന് പറയുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സംഗതിയിലൊക്കെ മനുഷ്യൻ എന്ന് പറയുന്ന വാക്കിനകത്ത് പോലും ചെന്നില്ല അതിസൂക്ഷ്മമായി ഒളിച്ചിരിക്കുന്ന സംഗതികൾ എന്ന് പറയുന്നത് അപകടകരമാണ്. ഈവൻ ഇപ്പം നമ്മുടെ നാട്ടിലൊരു കാര്യം ഞാൻ പറഞ്ഞു, അപനിർമ്മിക്കേണ്ട കാര്യങ്ങൾ. നമ്മുടെ നാട്ടിൽ ഇടതുപക്ഷം എന്ന് പറയില്ലേ, ഇടതുപക്ഷം എന്ന് പറയുന്ന ഒരു സംജ്ഞയെ അപനിർമ്മിക്കാൻ വേണ്ടി നമ്മുടെ ഇടതുപക്ഷക്കാർക്ക് കഴിയാറുണ്ടോ? ശ്രദ്ധിക്കാറില്ല. മറിച്ച് അത് ഇടതുപക്ഷത്തിൻ്റെ ഒരു സോക്കോൾഡ് ധാരണയായിട്ട് എല്ലാവരും ഇടതുപക്ഷം വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷം എഴുതി വെച്ചാൽ ഇടതുപക്ഷമാകുമോ? ആ ഇടതുപക്ഷം എന്നല്ല, ഞങ്ങളെല്ലാം ഇടതുപക്ഷക്കാരാണെന്ന് വി.ഡി. സതീശൻ വരെ പറയുന്നത്. എന്താണ് ഇടതുപക്ഷം എന്നുള്ളത് ഡിഫൈൻ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് കേട്ടോ. ഞാൻ ചോദിക്കുന്നത് അതിനെ തന്നെയും ക്വസ്റ്റ്യൻ ചെയ്യപ്പെടണ്ടേ വാസ്തവത്തിൽ? അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാണ്ട് നമ്മൾ അതിൻ്റെയൊക്കെ പാർട്ടായി നിന്നുകൊണ്ട് നമ്മളിത് പ്രോഗ്രസിൻ്റെ ഭാഗമാണ് എന്ന് നടിച്ചു പോകുന്ന ഒരു ദൈക്ഷണിക ജീവിതം മറുഭാഗത്ത് നിൽക്കുന്നുണ്ട്. അതിൻ്റെ അന്തബിന്ദുക്കളെയും കൂടി വിമർശിക്കാൻ തയ്യാറായാൽ മാത്രമേ വാസ്തവത്തിൽ ഈ പറയുന്ന വികസിതമായ ഒരു ജനാധിപത്യത്തിലേക്ക് ആളുകൾക്ക് സഞ്ചരിക്കാൻ ഇവിടെ ഒരു സനാതനധർമ്മം പോലെ തന്നെ വിമർശന വിധേയമാക്കപ്പെടേണ്ടതാണ്. അത് വിമർശന വിധേയമാക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷെ ആ വിമർശനത്തിന് ഒരു ചെറിയൊരു പ്രശ്നം ഞാനെപ്പോഴും കാണാറുള്ളത്, സനാതനധർമ്മത്തിൻ്റെ അജണ്ടയുമായി സഞ്ചരിക്കുന്ന ആളുകളുടെ ആവശ്യം നിങ്ങൾ പ്രകോപിതരാകുക എന്നുള്ളതാണ്. നിങ്ങളുടെ പ്രതിവാദങ്ങളും നിങ്ങളുടെ ഇപ്പോൾ ഈ പാഠപുസ്തകങ്ങളുടെയും സിലബസിൻ്റെയൊക്കെ ഭാഗമായിട്ട് അവർ ചില കാര്യങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് വിമർശനം വരുമ്പോൾ അവർക്ക് വലിയ സന്തോഷമാണ്. കാരണം എന്തറിയോ, അവരിട്ട ചൂണ്ടയിൽ കൊത്തിയല്ലോ, അത് എനിക്ക് കുറച്ച് പടച്ചോട്ടെ എന്നുള്ളതാണ്. ആ തരത്തിലുള്ള ഈ ചൂണ്ടയിൽ കൊടുത്തുന്ന പണികളെ വരെ ക്വസ്റ്റ്യൻ ചെയ്യാവുന്ന രീതിയിലും മാഷ് സൂചിപ്പിച്ച പോലെ നമ്മളെ തന്നെ അപനിർമ്മാണത്തിന് വിധേയമാക്കിക്കൊണ്ടും നമ്മളുടെ ആലോചനാ രീതികൾ, നമ്മളുടെ ആശയ ഐക്യങ്ങൾ, നമ്മുടെ സഹാനുഭൂതികൾ, നമ്മുടെ സൗന്ദര്യബോധം, നമ്മുടെ പുരോഗതിയെ പറ്റിയുള്ള സങ്കല്പങ്ങൾ, നമ്മളുടെ ഐത്തങ്ങൾ, അവയൊക്കെ തന്നെ പൊളിച്ച് പണിത് നമ്മളെ നവീകരിക്കുന്ന ഒരു പണിയായി നീങ്ങാനുള്ള ഒരു ആശയശക്തിയുള്ള ഒരു ആശയ ലോകമാണ് അപനിർമ്മാണം എന്ന കാര്യത്തിൽ സന്ദേഹമില്ല. ആ അപനിർമ്മാണ പ്രക്രിയ സിദ്ധാന്തീകരിക്കപ്പെട്ടത് അതിനുള്ള സാധ്യത വർദ്ധിപ്പിച്ചു. അതിൻ്റെ പിന്തുടർച്ചയിൽ നമ്മുടെ ആലോചനകൾ പ്രോഗ്രസ്സിൽ തന്നെയാണുള്ളത് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ഈ പറയുന്ന ഒരു വലിയ ഉത്കണ്ഠകളോ ടെൻഷനോ ഒന്നും ഞാൻ കാണുന്നില്ല. അതിനെയൊക്കെ തന്നെ മറികടക്കുന്ന കാലം വരും. അല്ലാതെ ഇതൊക്കെ ചെറിയ ചരിത്ര കാലഘട്ടമാണ്. ഈ ചരിത്ര കാലഘട്ടത്തിനപ്പുറത്ത് കൂടുതൽ തെളിച്ചമുള്ള, കൂടുതൽ വെളിച്ചമുള്ള, കൂടുതൽ ഇരുട്ടിനെ മനസ്സിലാക്കാൻ ശേഷിയുള്ള, നിഴലുകളെ മനസ്സിലാക്കാൻ ശേഷിയുള്ള ചിന്താ രീതികളുമായി നാം ജനാധിപത്യവൽക്കരിക്കപ്പെടും എന്നുള്ളൊരു പ്രത്യാശയാണ് എനിക്കുള്ളത്. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ചർച്ചകൾക്ക് വേണ്ടി സമയമുണ്ടെങ്കിൽ, നമ്മൾ തുടങ്ങിയത് വൈകിട്ടില്ലേ, അതൊന്നും നമുക്ക് പ്രശ്നമില്ല. 10 മിനിറ്റ് കാണാൻ നേരത്തെ നോക്കാം. 5 മിനിറ്റ് ചർച്ചയാകാം എന്ന് പറയുന്നുണ്ട്. എല്ലാ ചോദ്യങ്ങളും പോക്കർ മാഷോട് ചോദിക്കുക. നമുക്ക് അടുത്ത സെഷൻ്റെ ആളുകൾ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അവരെ നമുക്ക് വേദിയിലേക്ക് ആനയിക്കാം. ഓക്കെ, എങ്കിൽ ശരി, കാണാം. വേദി കുറിഞ്ചിയിൽ ഇന്നത്തെ ആദ്യ സെഷനായ അപനിർമ്മാണം സാംസ്കാരിക സംഭാഷണം ചിന്തകളാൽ സമ്പന്നമാക്കിയ പ്രഭാഷകർ പ്രൊഫസർ P.K. പോക്കർ അവർക്കും ഡോക്ടർ C.J. ജോർജ് അവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ആദ്യ സെഷൻ ഇതോടെ സമാപിപ്പിക്കുന്നു.